എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERT റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് അറൈവൽ ഓഫ് യൂറോപ്യന്മാരുടെ ആഗമനമൊക്കെ പഠിക്കണം അല്ലേ. SCERTയുടെ 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കേരള ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ NCERT ചാപ്റ്റർ നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് NCERT ചാപ്റ്ററാണ്. കുറച്ച് ലെങ്ത് ഉണ്ട്, 1.5 മണിക്കൂറോളം ഉണ്ട്. എന്നാലും നിങ്ങൾ കേട്ടിരിക്കാം. ഇത് കണ്ടില്ലെങ്കിലും കേട്ടിരിക്കുക. ഇംഗ്ലീഷും മലയാളം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കഥ പോലെ പിക്ചറൈസ് ചെയ്ത് നിങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുറച്ച് പാടുപെട്ടാണ് ഇത് എടുത്തത്. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഫുൾ നമുക്കങ്ങനെ കുറേ ഡിക്ഷണറിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തത്. ഇപ്പോൾ ഇത്ര മണിക്കൂറും ഉണ്ട്. ഇത് കുറച്ച് ലെങ്തി ചാപ്റ്ററുമാണ്. 10-18ഓളം പേജുകളുണ്ട്. അപ്പോൾ കുറച്ച് പ്രയാസപ്പെട്ടാണ് ചെയ്തത്. എന്നാലും നമുക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം യൂറോപ്യന്മാരുടെ ആഗമനമായിട്ട് റിലേറ്റ് ചെയ്ത് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ ഇയേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടി അത്രയും നമുക്ക് ടോട്ടലായിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പോർച്ചുഗീസ് എല്ലാവരുടെയും പറയുന്നുണ്ട്. കുറച്ചും കൂടി അവരുടെ ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്താണ് കുഞ്ഞാലി വരയ്ക്കാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. അതൊക്കെ നമ്മൾ റാങ്ക് ഫയൽ അല്ലാതെ SCERT ടെക്സ്റ്റൊക്കെ നോക്കി പഠിക്കണം. എന്നാലും കുറേ കാര്യങ്ങൾ ഇതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ള് നിങ്ങൾ കേൾക്കണം, കാണണം. ക്ലാസ് ഒരു കഥ പോലെ കുറച്ച് നേരം എപ്പോഴെങ്കിലും മാറിയിരിക്കുമ്പോൾ കഥ പോലെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ NCERT ടെക്സ്റ്റിൻ്റെ PDF ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടി വായിച്ച് നോട്ട് എഴുതാനും ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ലെങ്ത് ആയത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് തീർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണ് തീർന്നത് ഒരു കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക്, കേരള ചരിത്രത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെന്താണ് ഫ്രഞ്ച്, ബ്രിട്ടീഷ് അവരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമ്മൾ NCERT ആണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിനു മുമ്പ് SCERTയിലെ ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ SCERT നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERT ക്ലാസ് കാണണം. അതിനുശേഷം ഇപ്പോൾ ഏതെങ്കിലും റാങ്ക് ഫയൽ കയ്യിലുള്ളവർ, ഏത് റാങ്ക് ഫയൽ വേണം എന്നൊന്നുമില്ല, ഏതെങ്കിലും റാങ്ക് ഫയൽ കയ്യിലുള്ളവർ യൂറോപ്യന്മാരുടെ വരവ് ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാമെന്ന് പഠിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ NCERT വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇംഗ്ലീഷ് നല്ലൊരു ഇതുള്ളവർക്ക് കുഴപ്പമില്ല. അതല്ല NCERT നമുക്കറിയാമല്ലോ ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് SCERT കഴിഞ്ഞിട്ട് നമ്മൾ NCERTയിലെ ടോപ്പിക്ക് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ SCERT എല്ലാവരും കാണണം. SCERTയിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട് എന്തായാലും എഴുതിയെടുക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടല്ല, ഷോർട്ട് നോട്ട് എന്ന രീതിയിൽ കുറച്ച് വർഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണിത്, ഫ്രം ട്രേഡ് ടു ടെറിട്ടറി. ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ തുടക്കത്തിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ പോർച്ചുഗീസുകാർ, ഫ്രഞ്ച് അങ്ങനെ ഉള്ളത് മാത്രമല്ല, കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇടയ്ക്ക് ഒന്ന് പോസൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, നോട്ട് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ. ഫ്രം ട്രേഡ് ടു ടെറിട്ടറി ദ കമ്പനി എസ്റ്റാബ്ലിഷസ് പവർ. ഇത് 2ാമത്തെ ചാപ്റ്ററാണ്, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. ഇതിൽ ഔറംഗസേബ് മുതലാണ് പറയുന്നത്. ലാസ്റ്റ് പവർഫുൾ മുഗൾ റൂളറായിരുന്ന ഔറംഗസേബ് മുതലാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔറംഗസേബൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ യൂറോപ്യന്മാരുടെ കാര്യങ്ങൾ എന്ന രീതിയിലാണ് നമ്മളിത് പഠിക്കുന്നത്. പിന്നെ ഈ ടെക്സ്റ്റിൽ നമ്മുടെ SCERT ടെക്സ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കണ്ടൻസ് ക്വസ്റ്റ്യനായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതിൽ അങ്ങനത്തെ കണ്ടൻസ് ഒന്നുമില്ല. 2-3 ക്വസ്റ്റ്യൻ ഇടയിൽ വരുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു 10-17 പേജസോളം ഉണ്ട്. അത് ഫുൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ബോറടിക്കുകയൊന്നും വേണ്ട. ബോറടിക്കാതിരിക്കാനാണ് ഞാൻ നമ്മുടെ SCERT ടെക്സ്റ്റും റാങ്ക് ഫയലൊക്കെ നോക്കി നിങ്ങൾ ഈ ടോപ്പിക്കിനോട് ഒരു ബന്ധം പുലർത്തണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ NCERT നോക്കാനായിട്ട്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. അല്ലാത്തവർക്ക് അറിയായിരിക്കും എല്ലാ കാര്യങ്ങളും. യൂറോപ്പിനൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കുന്നതായതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നു. തുടക്കക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, SCERT ക്ലാസ് കാണുക. അതിൻ്റെ ഒപ്പം തന്നെ റാങ്ക് ഫയലുള്ളവർ റാങ്ക് ഫയലും വായിക്കുക. അതിനുശേഷം ഈ ക്ലാസ്സും കാണുക. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കാം.
Aurangzeb was the last of the powerful Mughal ruler. ലാസ്റ്റ് പവർഫുൾ റൂളർ മുഗൾ റൂളർ ആയിരുന്നു ആര്? ഔറംഗസേബ്. He established control over a very large part of the territory that is now known as India. After his death in 1707, many Mughal governors and big zamindars began asserting their authority and establishing regional kingdom. As powerful regional kingdom emerged in various parts of India, Delhi could no longer function as an effective center. എന്താണ് ഇവിടെ പറയുന്നത്? മുഗൾ റൂളേഴ്സിൽ നല്ലൊരു പവർഫുൾ റൂളർ, ലാസ്റ്റ് പവർഫുൾ മുഗൾ റൂളർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തിയായിരുന്നു ആര്? ഔറംഗസേബ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന ടെറിട്ടറിയിൽ നല്ലൊരു കൺട്രോളൊക്കെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചത് 1707 ഓർത്ത് വയ്ക്കുക കേട്ടോ. 1707 മെനി മുഗൾ ഗവർണേഴ്സിൻ്റെ വേറെ പേരാണ് ശുഭദാസ്. മെനി മുഗൾ ഗവർണേഴ്സ് ആൻഡ് ബിഗ് സെമിന്ദാർ ബിഗാർ അസേർട്ടിംഗ് ദർ അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റീജിയണൽ കിങ്ഡംസ്. പല മുഗൾ സെമിന്ദാർസ് ആയിക്കോട്ടെ, ഗവർണേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ എന്ത് ചെയ്തു? ഓരോ പ്രാദേശിക കിങ്ഡം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ എന്നാലും ഡൽഹി എന്ന് പറയുന്നത് നല്ലൊരു ഇഫക്റ്റീവ് സെൻറ്റർ ആയിട്ട് പ്രവർത്തിച്ചില്ല എന്നാണ് പറയുന്നത്. By the second half of the 18th century, however, a new power was emerging on the political horizon, the British. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ സെക്കൻഡ് ഹാഫിലൂടെ പകുതിയോടെ ഒരു പുതിയ പവർ ഇവിടേക്ക് എമർജ് ചെയ്തു. അതാണ് ബ്രിട്ടീഷ്. Did you know that the British originally came as a small trading company and were reluctant to acquire territories? How then did they come to the masters of a vast empire? In this chapter you will see how this came out. അവർ വന്നപ്പോൾ ഒരു ചെറുതായിരുന്നു, പക്ഷേ അവർ പിന്നെ എന്തായി മാറി? ഒരു വാസ്റ്റ് എംപയർ ആയി മാറി. എങ്ങനെയാണ് എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് ബഹദൂർ ഷാ സഫർ ആൻഡ് ഹിസ് സൺസ് ബീങ് അറസ്റ്റഡ് ബൈ ക്യാപ്റ്റൻ ഹോഡ്സൺ. ബഹദൂർ ഷാ സഫറിനെ ഹോഡ്സൺ അറസ്റ്റ് ചെയ്യുന്നത്, ബഹദൂർ ഷാ സഫറിനെയും അദ്ദേഹത്തിൻ്റെ സൺസിനെയും പുത്രന്മാരെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. നോക്കാം. After Aurangzeb, there was no powerful Mughal ruler, but Mughal emperors continued to be symbolically important. In fact, when a massive rebellion against British rule broke out in 1857, Bahadur Shah Zafar, the Mughal emperor at the time, was seen as the natural leader. Once the revolt was put down by the company, Bahadur Shah Zafar was forced to leave the kingdom and his sons were shot in cold blood. എന്താ പറയുന്നത്? ഈ പിക്ചറിൽ പറയുന്നത് ബഹദൂർ ഷാ സഫറിനെയും അദ്ദേഹത്തിൻ്റെ സൺസിനെയും അറസ്റ്റ് ചെയ്യുന്നത് ആര്? ക്യാപ്റ്റൻ ഹോഡ്സൺ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നമുക്കറിയാം ഔറംഗസേബിന് ശേഷം ഒരു പവർഫുൾ മുഗൾ റൂളർ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ മുഗൾ റൂളർ എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫർ ആയിരുന്നു. ബഹദൂർ ഷാ സഫർ 1857 നമുക്കറിയാലോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ആ സമയത്ത് ഒരു നാച്ചുറൽ ലീഡർ എന്ന രീതിയിൽ ആരെയായിരുന്നു നോക്കിയിരുന്നത്? ഈ ബഹദൂർ ഷാ സഫറിനെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ആ സമയത്തെ മുഗൾ എംപററിനെയാണ് ഒരു നാച്ചുറൽ ലീഡറായിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യപ്പെട്ടു? ആ റിവോൾട്ടൊക്കെ കമ്പനി എന്ന് പറയുന്ന ബ്രിട്ടീഷിൻ്റെ കമ്പനിയൊക്കെ അത് ഇതാക്കി കഴിഞ്ഞപ്പോൾ ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യപ്പെട്ടു? ആ കിങ്ഡം വിട്ട് പോവേണ്ടതായിട്ട് വന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ കൊല്ലേണ്ടതായിട്ട് വന്നു, ബ്രിട്ടീഷുകാർക്ക് കൊന്നു. ഓക്കെ. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. In 1600, the East India Company acquired a charter from the ruler of England, Queen Elizabeth I, granting it the sole right to trade in the East. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ ഇംഗ്ലണ്ടിലെ റൂളറായിരുന്ന ക്യൂൺ എലിസബത്ത് ഒന്നിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? ഒരു ഗ്രാൻഡ് വാങ്ങിച്ചു. അതായത് ഈസ്റ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരേ ഒരു അവകാശം അവർക്ക് വേണം എന്നൊരു ഗ്രാൻഡ് വാങ്ങിച്ചു. This meant that no other trading group in England could compete with the East India Company. With this charter, the company could venture across the oceans looking for new lands from which it could buy goods at a cheap rate and carry them back to Europe to sell at a higher price.
എന്താണ് അവർ ഒരു ചാർട്ടർ വാങ്ങി, ക്യൂൺ എലിസബത്ത് വണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്താ അവർക്ക് വേണം ട്രേഡ് ചെയ്യാനുള്ള അവർക്കാണ് അധികാരം എന്ന രീതിയിൽ ഒരു ചാർട്ടറൊക്കെ വാങ്ങിച്ചു എന്ന് നമ്മൾ കണ്ടു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ അപ്പോൾ വേറെ ആരും ഉണ്ടായില്ല. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വേറെ ട്രേഡിംഗ് ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ ചീപ്പ് പ്രൈസിന് നമ്മുടെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങിച്ചിട്ട് ഹൈ പ്രൈസിന് യൂറോപ്പിൽ പോയിട്ട് സെല്ല് ചെയ്യുമായിരുന്നു. The company did not have to fear competition from other English trading companies. ആ ചാർട്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായില്ല, പേടി ഉണ്ടായില്ല, വേറെ ഇംഗ്ലീഷ് കമ്പനീസ് ട്രേഡിംഗ് കമ്പനീസ് വരും എന്നൊരു പേടിയും ഒന്നും ഉണ്ടായില്ല. Mercantile trading companies in those days made profit primarily by excluding competition so that they could buy cheap and sell dear. ചീപ്പ് പ്രൈസിന് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഹൈ പ്രൈസിന് യൂറോപ്പിൽ സെല്ല് ചെയ്യും. ഇവിടെ കണ്ടോ മെർക്കൻറ്റൈൽ ബോൾഡ് ചെയ്തിട്ടേക്കുന്നത്, അത് ഇവിടുത്തെ കണ്ടോ മെർക്കൻറ്റൈൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്താണ് മെർക്കൻറ്റൈൽ എന്ന് പറയുന്നത്? എ ബിസിനസ് ഇസ് എന്റർപ്രൈസ് ദാറ്റ് മേക്സ് പ്രോഫിറ്റ് പ്രൈമർലി ത്രൂ ട്രേഡ്, ബൈയിങ് ഗുഡ്സ് ചീപ്പ് ആൻഡ് സെല്ലിങ് ദം അറ്റ് ഹൈ പ്രൈസ്. ഗുഡ്സൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കൻറ്റൈൽ. അതൊരു ബിസിനസ്സാണ്, അതിനെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കണ്ടില്ലേ, റൂട്ട് ടു ഇന്ത്യ ആൻഡ് ദ 18th century, 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നിരുന്ന റൂട്ടുകളാണ് ബ്രിട്ടീഷ് ഐലൻഡിൽ നിന്ന് വരുന്നത്. കണ്ടോ, ഇതൊക്കെയായിരുന്നു എന്തിലേക്കുള്ള റൂട്ട്, ഇന്ത്യയിലേക്കുള്ള റൂട്ട്. ഇനി ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിട്ട് ക്യൂൺ എലിസബത്ത് വണ്ണിനോട് ചോദിച്ചു. അപ്പോൾ ആ ക്യൂൺ എലിസബത്ത് വണ്ണ് സോൾഡ് റൈറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് വേറെ ഇംഗ്ലണ്ടുകാരൊന്നും വരുന്നുള്ള പേടിയൊന്നും ഉണ്ടായില്ല, ഇംഗ്ലീഷ് കമ്പനീസ് വേറെ വരും എന്നൊന്നും പേടി ഉണ്ടായില്ല. അവരപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചു. ഇനി the royal charter however could not prevent other European powers from entering the eastern market. By the time the first English ship sailed down the west coast of Africa round the Cape of Good Hope and crossed the Indian Ocean. റോയൽ ചാർട്ടർ കിട്ടിയെന്ന് വിചാരിച്ചാലും ഈ യൂറോപ്യൻ പവേഴ്സ് ഒന്നും വരാതിരുന്നില്ല. അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ഇംഗ്ലീഷ് ഷിപ്പ് വന്നത് ഏതിക്കൂടെയാണ്, സെയിൽ ഡൗൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക റൗണ്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ്. എവിടെയാ അത് കണ്ടോ, ഇവിടെ കണ്ടോ, ഗുഡ് ഹോപ്പ് മുനമ്പ്, ഇതിൽ കൂടെ വന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ക്രോസ്ഡ് ദ ഇന്ത്യൻ ഓഷ്യൻ. ദ പോർച്ചുഗീസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ദെയർ പ്രസൻസ് ഇൻ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. പോർച്ചുഗീസ് എവിടെയാണ്, വെസ്റ്റേൺ കോസ്റ്റ്, ഗോവയിലൊക്കെ ആയിരുന്നു ആദ്യമേ അവരുടെ പ്രസൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. And had their base in Goa. In fact, it was Vasco da Gama, a Portuguese explorer, who had discovered the sea route to India in 1498. ഇത് നമ്മൾ പഠിച്ച കാര്യം. 1498 ആര് വന്നത്, വാസ്കോ ഡ ഗാമ വന്നത്. By the early 17th century, the Dutch too were exploring the possibility of trade in the Indian Ocean. Soon the French traders arrived on the scene. ഡച്ചുകാർ വന്നു അല്ലേ, നമ്മൾ പഠിച്ചു. പോർച്ചുഗീസ് വന്നു, ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ വന്നു എന്നുള്ളത് പഠിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 1498 വാസ്കോ ഡ ഗാമ വന്നു. അവരെവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ, ഗോവ ബേസ് ചെയ്തിട്ടാണ് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഏർലി 17th century ആര് വന്നു, ഡച്ചുകാർ വന്നു, പിന്നെ ഫ്രഞ്ച് ട്രേഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. The problem was that all the companies were interested in buying the same things, the fine qualities of cotton and silk produced in India, and had a big market in Europe. എന്താ എല്ലാവർക്കും വേണ്ടത് എന്താ, സെയിം തിങ്സ് തന്നെയായിരുന്നു. ഏതൊക്കെ, ഇപ്പോൾ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ ബിഗ് മാർക്കറ്റ്, അവർക്ക് യൂറോപ്പിലെ കുറേ ആൾക്കാരൊക്കെ വാങ്ങാനുള്ള കോട്ടൺ, സിൽക്ക്, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ സിൽക്കിനൊക്കെ തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ കമ്പനീസ് ഇൻട്രസ്റ്റ് ആയിരുന്നത്. അതുകൂടാതെ എന്തൊക്കെയാണ്, പെപ്പർ, ക്ലോവ്, കാർഡമം ആൻഡ് സിന്നമം ടു വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്. കുരുമുളക് നമ്മൾ കണ്ടതാലോ, ഏലക്ക, കുരുമുളക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡിമാൻഡ് കൂടുതലായിരുന്നു.
Competition among the European company inevitably pushed up the prices at which these goods could be purchased, and this reduced the profit that could be earned. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാർട്ടർ വാങ്ങിച്ചപ്പോൾ അവർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ചീപ്പ് പ്രൈസിന് സാധനം വാങ്ങിച്ചിട്ട് ഹൈ പ്രൈസിന് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നതോടുകൂടി എന്തായി, അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നോട് കൂടിയിട്ട് അല്ലേ, പുറത്തുനിന്നുള്ള യൂറോപ്യൻ കമ്പനീസ് തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നോടുകൂടി അവർക്ക് പ്രോഫിറ്റ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആൾക്കാർ കൊടുത്തു തുടങ്ങി. അപ്പം എന്ത് ചെയ്യപ്പെട്ടു, പ്രോഫിറ്റ് കുറയാൻ വേണ്ടിയിട്ടും തുടങ്ങി. The only way the trading company could flourish was by eliminating rival competitors. അപ്പോൾ അവരുടെ മുന്നിലുണ്ടായ ഏക വഴി എന്ന് പറയുന്നത് ആരാണോ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് അവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. The urge to secure markets therefore led to fierce battle between the trading company. Through the 17th and 18th century, they regularly sank each other's ship, blockaded routes, and prevented rival ships from moving with the supplies of goods. Trade was carried on with arms, and trading posts were protected through fortification. എന്താ പറയുന്നത്, 17-18 സെഞ്ചുറികളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഷിപ്പുകൾ പിടിച്ചെടുക്കുന്നു, പിന്നെ സാധനങ്ങൾ മാറ്റിവെക്കുന്നു. പിന്നെയോ ഈ ട്രേഡ് ക്യാരി ചെയ്യുന്നത് തന്നെ തോക്കൊക്കെ ആംസൊക്കെ വച്ചിട്ടാണ്. പിന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഗുഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. This effort to fortify settlements and carry on profitable trade also led to intense conflict with the local rulers. The company therefore found it difficult to separate trade from politics. ഇവിടെ എന്ത് സംഭവിച്ചു, ഇവർ തമ്മിലൊരു ഇതുണ്ടായപ്പോൾ ലോക്കൽ റൂളേഴ്സിൻ്റെ ഇടയിലും അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. This effort to fortify settlements and carry on profitable trade also led to intense conflict with the local rulers. ലോക്കൽ റൂളേഴ്സ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്കും അത് കടന്നു വന്നു. ഓക്കെ, ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കഥ പോലെ നിങ്ങൾ ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഔറംഗസീബ് മുഗൾ റൂളർ, പിന്നെ ബഹദൂർ ഷാ, പിന്നെന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ കിട്ടുന്നു, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, ചാർട്ടർ മറികടന്നിട്ട് ആൾക്കാർ വരുന്ന കാര്യമാണ് പഠിച്ചത്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. The first English factory was set up on the banks of river Hooghly in 1651. 1651 ഹൂഗ്ലി റിവർ തീരത്താണ് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി വന്നത്. This was the base from which the company's traders are known at that time as factors operated. ആ സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത്, ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. The factory had a warehouse where goods for export were stored and it had offices where company officials sat. അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു, പിന്നെ കമ്പനിയുടെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓഫീസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാക്ടേഴ്സ് എന്നായിരുന്നു കമ്പനി ട്രേഡേഴ്സിന് അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആ ഫാക്ടറിക്ക് ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു, അത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് വെയർ ഹൗസും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഒഫീഷ്യൽസ് ഇരിക്കുന്ന ഓഫീസും ഉണ്ടായിരുന്നു. As trade expanded, the company pursued merchants and traders to come and settle near the factory. അത് കഴിഞ്ഞ് ട്രേഡൊക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ, ട്രേഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഫാക്ടറിയുടെ അടുത്ത് തന്നെയായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ട്രേഡേഴ്സിനോട് അവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. By 1696, it began building a fort around the settlement. 1696 ആയപ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്തു, കോട്ട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 2 years later, it bribed Mughal officials into giving the company zamindars right over 3 villages. One of these was Calcutta, which later grew into the city of Calcutta or Kolkata as it is known today. It also pursued the Mughal Emperor Aurangzeb to issue farman granting the company the right to trade duty free. ഫർമാൻ എന്ന് പറയുന്ന ഒരു റോയൽ ഓർഡർ ആണ്. ഫർമാൻ റോയൽ ഓർഡർ അല്ലെങ്കിൽ റോയൽ എഡിക്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഫർമാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റോയൽ എഡിക്റ്റ് അല്ലെങ്കിൽ റോയൽ ഓർഡർ. നമുക്ക് എന്താ ഒരു രാജകീയ ശാസന എന്നൊക്കെ പറയില്ല, അല്ലെ രാജകീയ ഉത്തരവ് എന്നൊക്കെ പറയുന്നതിനെയാണ് ഫർമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന എന്താ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. ബംഗാളിൽ തുടങ്ങി. ബംഗാളിൽ എവിടെയാണ്, ഹൂഗ്ലിയിൽ 1651
സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് 1651 ഹൂഗ്ലി നദിയുടെ തീരത്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഘടകങ്ങൾ എന്നാണ് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്, വ്യാപാരികൾ. ഫാക്ടറിയിൽ പിന്നെ എന്താ പറയുന്നത്, ഈ വെയർ ഹൗസ് ഉണ്ടായിരുന്നു, സാധനങ്ങൾ സൂക്ഷിക്കാൻ വെയർ ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ കമ്പനി ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഓഫീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. വെയർ ഹൗസ്, ഓഫീസ്. പിന്നെ 1696 ആയപ്പോഴത്തേക്കും ഒരു സെറ്റിൽമെൻറ്റിന് ചുറ്റും ഒരു കോട്ടയൊക്കെ അവർ പണിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. സെറ്റിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസ് അവർ ഉള്ള ഇതുണ്ടല്ലോ താമസിക്കാൻ വന്ന, അതിനൊക്കെ ചുറ്റും എന്ത് പണിയാൻ തുടങ്ങി, കോട്ട പണിയാൻ തുടങ്ങി. കണ്ടോ, എ ഫോർട്ട് അറൗണ്ട് ദി സെറ്റിൽമെൻറ്റിന് ചുറ്റും 1696 ആയപ്പോഴത്തേക്കും കോട്ട പണിയാൻ വേണ്ടി തുടങ്ങി. പിന്നെ 2 വർഷത്തിന് ശേഷം കമ്പനി 3 ഗ്രാമങ്ങളിലെ ജമീന്ദാരി അവകാശം നൽകുന്നതിന് മുഗൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊക്കെ നൽകി. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ബ്രൈബ്ഡ് മുഗൾ ഒഫീഷ്യൽസ് ഇൻ ടു ഗിവിംഗ് ദ കമ്പനി സെമീന്ദാരി റൈറ്റ് ഓവർ 3 വില്ലേജേഴ്സ്. 3 ഗ്രാമങ്ങളിൽ സെമീന്ദാരി അവകാശമൊക്കെ നൽകുന്നതിന് മുഗൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊക്കെ നൽകി. അവയിലൊന്നാണ് നമ്മുടെ കലിക്കട്ട, വിച്ച് ഈസ് ലേറ്റർ നോൺ ആസ്, ഇപ്പോൾ കൽക്കട്ട, കൊൽക്കട്ട എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, കലിക്കട്ട എന്നായിരുന്നു, പിന്നീട് അത് കൽക്കട്ട, കൊൽക്കട്ട നഗരമായിട്ട് വളർന്നു. പിന്നെ ഈ ബ്രിട്ടീഷുകാർ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഔറംഗസേബിനെ പ്രേരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ, അതായത് നികുതി രഹിത വ്യാപാരമൊക്കെ നടത്താനുള്ള അവകാശം കമ്പനിക്ക് നൽകുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിനെ പ്രേരിപ്പിച്ചു. അത് അങ്ങനെയാണ് ഇഷ്യൂ ഫാർമാൻ എന്ന് പറയുന്നത്. എങ്ങനെ ഒരു രാജകീയ ശാസന കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാജകീയ ഉത്തരവൊക്കെ കൊണ്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി ദ കമ്പനി ട്രൈഡ് കണ്ടിന്യൂസ്ലി ടു പ്രസ് ഫോർ മോർ കൺസെഷൻസ് ആൻഡ് മാനിപ്പുലേറ്റ് എക്സിസ്റ്റിംഗ് പ്രിവിലേജസ്. കുറേ പുതിയ ഓരോരോ നിലവിലുള്ള അതിൽ നിന്നും കൂടുതൽ ഇളവുകൾക്കായിട്ട് കൺസെഷനായിട്ട് സമ്മർദ്ദം ചെലുത്താനും പിന്നെ നിലവിലുള്ള ഓരോ അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യാൻ കമ്പനി തുടർച്ചയായിട്ട് ശ്രമിച്ചു. എക്സിസ്റ്റിംഗ് പ്രിവിലേജസ് ഒക്കെ കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ നോക്കി. ഔറംഗസീബ്സ് ഫർമാൻ ഫോർ ഇൻസ്റ്റൻസ് ഹാഡ് ഗ്രാൻഡഡ് ഓൺലി ദ കമ്പനി ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. ഔറംഗസീബിൻ്റെ രാജകീയ ശാസനയിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നികുതിരഹിത വ്യാപാരം നടത്താനുള്ള അവകാശം അത് മാത്രമായിരുന്നു കമ്പനിക്ക് നൽകിയിരുന്നത്. എന്നാൽ നോക്കി, ബട്ട് ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി ഹു വെർ ക്യാരിയിങ് ഓൺ പ്രൈവറ്റ് ട്രേഡ് ഓൺ ദ സൈഡ് വെർ എക്സ്പെക്റ്റഡ് ടു പേ ഡ്യൂട്ടി. ദിസ് they refused to pay, causing an enormous loss of revenue for Bengal. അതായത് എന്താ പറഞ്ഞിരുന്നത്? ഔറംഗസേബിൻ്റെ രാജകീയ ശാസനയിൽ പറഞ്ഞിരുന്നത് നികുതി രഹിത വ്യാപാരം നടത്താനുള്ള അവകാശം. പക്ഷെ എന്നാൽ ഇവരെന്താ ചെയ്തതെന്നറിയോ? കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തീരുവ നൽകുന്നത് പ്രതീക്ഷിച്ചിരുന്നു, കുറച്ച് തീരുവ നൽകുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ പണം നൽകാൻ ഇവർ വിസമ്മതിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ബംഗാളിന് അത് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായുള്ളൂ, നികുതിരഹിത വ്യാപാരം നടത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ വ്യാപാരം നടത്തുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? ഒരു കുറച്ച് തീരുവയൊക്കെ നൽകുന്ന പ്രതീക്ഷിച്ചിരുന്നു. ആ പണം നൽകാൻ വിസമ്മതിച്ചു. അങ്ങനെ ബംഗാളിന് വരുമാന നഷ്ടമുണ്ടാവുകയും ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇംഗ്ലീഷ് മലയാളത്തിലേക്കൊക്കെ ആക്കുമ്പോൾ ഒരു കഥ പോലെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SCRT വായിക്കണം. SCRT റാങ്ക് ഫയലൊക്കെ ഉള്ളവർ വായിച്ചിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങൾ വായിച്ചു നോക്കുക, PDF വായിച്ചു നോക്കുക. ഇങ്ങനെ കഥ പോലെ ഓർത്ത് വയ്ക്കുക, ഇത് നടന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ സൈഡിലൊരു ഇത് നോക്കി പിക്ചർ കൊടുത്തേക്കുന്നത് എന്താണ്? ലോക്കൽ ബോട്ട്സ് ബ്രിങ് ഗുഡ്സ് ഫ്രം ഷിപ്പ് ഇൻ മദ്രാസ്, പെയിൻറ്റിംഗ് ബൈ വില്യം സിംബൺ ഇൻ 1869. സാധനം കൊണ്ടുവരുന്നതാണ്, മദ്രാസിലെ കപ്പലുകളിൽ നിന്ന് സാധനം കൊണ്ടുവരുന്നതിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽ. എങ്ങനെയാണ് ബാറ്റിലേക്ക് മാറിയത്? കച്ചവടം എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് മാറിയത് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിച്ചത്? ഇതാണ് റോബർട്ട് ക്ലൈവ്. കണ്ടോ, ഇതാണ് റോബർട്ട് ക്ലൈവ്. നോക്കാം. Through the early 18th century, the conflict between the company and the Nawab of Bengal intensified. ഇന്ന് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കമ്പനിയും ബംഗാളിലെ നവാബുമാരും തമ്മിൽ എന്തായി? ഇത് കോൺഫ്ലിക്റ്റ് അഥവാ സംഘർഷം
രൂക്ഷമാവുകയാണ് ചെയ്തത് ഏർലി 18th സെഞ്ചുറിയിൽ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഔറംഗസേബ്, ദ ബംഗാൾ നവാബ് അസേർട്ടഡ് ദെയർ പവർ ആൻഡ് ഓട്ടോണമി ആസ് അതർ റീജിയണൽ പവേഴ്സ് വെർ ഡൂയിങ് അറ്റ് ദാറ്റ് ടൈം. ഔറംഗസേബിൻ്റെ മരണശേഷം ബംഗാളിലെ നവാബുകൾ അവരുടെ അധികാരവും സ്വയംഭരണാവകാശമൊക്കെ ഉറപ്പിച്ചു. ഇപ്പം വേറെ പ്രാദേശിക ശക്തികളൊക്കെ പ്രാദേശിക ശക്തികൾ, അതായത് ആൻഡ് അത് റീജിയണൽ പവേഴ്സ് വെയർ ഡ്യൂറിങ് അറ്റ് ടൈം, കുറേ പ്രാദേശിക ശക്തികളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇനി മുർഷിദ് ഖുലി ഖാൻ വാസ് ഫോളോഡ് ബൈ അലിവാർഡി ഖാൻ ആൻഡ് ദെൻ സിറാജ് ഉദ് ദൗള ആസ് ദ നവാബ് ഓഫ് ബംഗാൾ. ആരാണ്? മുർഷിദ് അലി ഖാനെ തുടർന്ന് അലിവർദി ഖാനും പിന്നീട് ബംഗാളിലെ നവാബായി മാറിയത് ആരാണ്? സിറാജുദ് ദൗളയാണ്. സിറാജുദ് ദൗള. മുർഷിദ് ഖുലി ഖാൻ, അത് കഴിഞ്ഞിട്ട് അലിവർദി ഖാന് ശേഷമാണ് സിറാജ് ഉദ് ദൗള ബംഗാളിലെ നവാബായി മാറിയത്. Each one of them was a strong ruler. They refused to grant the company concessions, demanded large tributes for the company right to trade, denied it any right to mint coins, and stopped it from extending its fortifications. ഇവരെന്ത് ചെയ്തു? ഈ സിറാജ് ഉദ് ദൗള അവരൊക്കെ എന്തായിരുന്നു? കുറച്ച് ശക്തരായ ഭരണാധികാരികളായിരുന്നു. ഇപ്പോൾ കമ്പനിക്ക് ഇളവുകൾ നൽകാൻ അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത്. വ്യാപാരത്തിലുള്ള കമ്പനിയുടെ അവകാശങ്ങൾക്ക് അവരെന്ത് ചെയ്തു? റിഫ്യൂസ് ചെയ്തു. കുറേ കൺസെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്, വേണ്ടാന്ന് വെച്ചു. പിന്നെ നാണയങ്ങളിൽ ഇവിടെ കണ്ടോ, റൈറ്റ് ടു മിൻറ്റ് കോയിൻസ് മിൻറ്റ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള അവകാശമൊക്കെ നിഷേധിക്കുകയും ചെയ്തു. ഇനി accusing the company of deceit, they claimed that the company was depriving the Bengal government of huge amounts of revenue and undermining the authority of the Nawab. It was refusing to pay taxes, writing disrespectful letters, and trying to humiliate the Nawab and his officials. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ അതൊക്കെ അവർ നമ്മുടെ സിറാജ് ഉദ് ദൗളയൊക്കെ വേണ്ടാന്ന് വെച്ചില്ലേ, കുറേ കാര്യങ്ങളൊക്കെ വിസമ്മതിച്ചുല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ കമ്പനിയെ വഞ്ചിച്ചെന്ന് ആരോപിച്ച് കമ്പനി ബംഗാൾ സർക്കാരിൻ്റെ ഒരു വലിയ വരുമാനം നഷ്ടപ്പെടുത്തി, നവാബിൻ്റെ അധികാരത്തെ തുടർന്ന് അങ്ങനെയൊക്കെ ചെയ്തു എന്നവർ അവകാശപ്പെട്ടു. പിന്നെ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. പിന്നെ ഡിസ്റെസ്പെക്ട്ഫുൾ ലെറ്റേഴ്സൊക്കെ എഴുതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തി. The company on its part declared that the unjust demand of the local officials were ruining the trade of the company, and trade could flourish only if the duties were removed. It was also convinced that to expand trade, it had to enlarge its settlement, buy up villages, and rebuild its forts. The conflict led to confrontations and finally culminated in the famous Battle of Plassey. ഇത് സംഭവിച്ചു. അവിടെ വഴക്കുകളൊക്കെ തുടങ്ങി. ഇപ്പോൾ പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ അന്യായമായ ആവശ്യങ്ങൾ കമ്പനിയുടെ വ്യാപാരത്തെ നശിപ്പിക്കുന്നു, തിരിവുകൾ നീക്കം ചെയ്താൽ മാത്രമേ വ്യാപാരം നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വ്യാപാരം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം? വാസസ്ഥലങ്ങളൊക്കെ വലുതാക്കണം അല്ലേ? വില്ലേജസ് ചെയ്യേണ്ടി വരും, ഗ്രാമങ്ങൾ വാങ്ങണം, അങ്ങനെ പിന്നെ കോട്ടകൾ ഉണ്ടാക്കണം, റീബിൽഡ് ചെയ്യണം, നിർമ്മിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളിലൊക്കെ അവസാനം എന്നിട്ട് എത്തിച്ചേർന്നത് ഏതിലാണ്? പ്ലാസി യുദ്ധത്തിലാണ്, ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രേഡ് ബാറ്റിലേക്ക് വന്നത് എന്ന് ഏകദേശം മനസ്സിലായില്ലോ. ഇനി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ നോക്കിയേ, പപ്പറ്റ്. എന്താണ് പപ്പറ്റ്? ലിറ്റററി എ ടോയ് ദാറ്റ് യു ക്യാൻ മൂവ് വിത്ത് സ്ട്രിങ്സ്. ഒരു ടോയ് ആണ്, സ്ട്രിങ് ഉള്ള ഒരു ടോയ് ആണ്, ചരടുകൾ ഉപയോഗിച്ച് നീക്കാൻ കഴിയുന്ന ഒരു കളിപ്പാട്ടം. അല്ലെങ്കിലോ ദ ടേം ഈസ് യൂസ്ഡ് ഡിസ്അപ്രൂവിംഗ്ലി ടു റിഫർ ടു എ പേഴ്സൺ ഹൂ ഈസ് കൺട്രോൾഡ് ബൈ സം വൺ എൽസ്. എന്താ പറയുന്നത്? അതായത് ഇത് യൂസ് ചെയ്യുന്ന, ഈ പപ്പറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് മറ്റൊരു ആളുടെ നിയന്ത്രണത്തിലുള്ള വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഈ പപ്പറ്റ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വരുന്നുണ്ട് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ. നോക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസി. When Alivardi Khan died in 1756, Sirajuddaula became the Nawab of Bengal. നമ്മൾ ആദ്യം കണ്ടല്ലേ, അലിവർദി ഖാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരായി? സിറാജുദ്ദൗള ബംഗാളിലെ നവാബായി. The company was worried about his power and keen on a puppet ruler who would willingly give trade concession and other privileges.
അപ്പോൾ 1756 അലിവർദി ഖാൻ മരിച്ചപ്പോൾ സിറാജ് ഉദ് ദൗള നവാബായി. ഇനി ഈ വ്യാപാര ഇളവുകൾ അല്ലെങ്കിൽ വേറെ അവകാശങ്ങൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു പപ്പറ്റ്, ഒരു പാവ ഭരണാധികാരിയിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും താല്പര്യത്തെക്കുറിച്ചൊക്കെ കമ്പനി എങ്ങനെയായിരുന്നു, ആകുല ആയിരുന്നു, കമ്പനി വറീഡായിരുന്നു. ഓക്കെ, then so it tried through without success to help one Siraj ud Dawla's rival become the Nawab. An infuriated Siraj ud Dawla asked the company to stop meddling in the political affairs of his dominion, stop fortification and pay the revenues. After negotiations failed, the Nawab marched with 30,000 soldiers to the English factory at Kazim Bazar, captured the company official, locked the warehouse, disarmed all Englishmen and blockaded English ships. Then he marched to Calcutta to establish control over the company for the year. അത് കഴിഞ്ഞപ്പോൾ സിറാജ് ഉദ് ദൗള ഒന്നിനും പറ്റുന്നല്ല ആളല്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ സിറാജ് ഉദ് ദൗളയുടെ എതിരാളിയായിട്ടുള്ള ഒരാളെ നവാബാക്കാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വിജയിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തു, ഈ സിറാജ് ഉദ് ദൗള പറഞ്ഞു തൻ്റെ അധികാരം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, അത് അവസാനിപ്പിക്കണം. പിന്നെ നികുതി അല്ലേ, ഇവിടെ പറയുന്നത് എന്താണ്, സ്റ്റോപ്പ് ഫോർട്ടിഫിക്കേഷൻ ആൻഡ് പേ ദ റവന്യൂ, നികുതി അടയ്ക്കണം എന്നൊക്കെ ആര് പറഞ്ഞു, ഈ സിറാജ് ഉദ് ദൗള പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ നവാബായ സിറാജ് ഉദ് ദൗള 30,000 സൈനികരുമായിട്ട് കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തി. എന്നിട്ടോ ഈ കമ്പനി ഉദ്യോഗസ്ഥരെ പിടികൂടി, വെയർ ഹൗസ് പൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ തോക്ക് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ നിരായുധരാക്കുകയും ചെയ്തു. പിന്നെ എന്താ ചെയ്തത്, ഇംഗ്ലീഷ് ഷിപ്പ് ഉപരോധിക്കുകയും ചെയ്തു. പിന്നെ ഈ കമ്പനിയുടെ നിയന്ത്രണം, അതായത് കമ്പനിയുടെ കോട്ടയുടെ നിയന്ത്രണം സ്ഥാപിക്കുന്നതിനായിട്ട് അദ്ദേഹം കൊൽക്കത്തയിലേക്കും മാർച്ച് നടത്തി. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഇനി എന്നാ പറയുന്നത്, ഓൺ ഹിയറിംഗ് ദ ന്യൂസ് ഓഫ് ദ ഫോൾ ഓഫ് കൊൽക്കട്ട, കമ്പനി ഒഫീഷ്യൽസ് ഇൻ മദ്രാസ് ആൻഡ് ഫോഴ്സസ് അണ്ടർ ദ കമാൻഡ് ഓഫ് റോബർട്ട് ക്ലൈവ് റീഇൻഫോഴ്സ്ഡ് ബൈ നേവൽ ഫ്ലീറ്റ്സ്. ഇപ്പോൾ കൽക്കട്ടയുടെ ഈ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ വാർത്ത കേട്ട് കഴിഞ്ഞിട്ട് മദ്രാസിലെ കമ്പനി ഉദ്യോഗസ്ഥരെന്ത് ചെയ്തു, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ നാവികസേനയെ ശക്തിപ്പെടുത്തി, റോബർട്ട് ക്ലൈവിൻ്റെ. ഓക്കെ, പിന്നെ prolonged negotiations with the Nawab followed. Finally, in 1757, Robert Clive led the company's army against Siraj ud Dawla at Plassey. One of the main reasons for the defeat of the Nawab was the forces led by Mir Jafar, one of the Siraj ud Dawla's commandos, never fought the battle. Clive had managed to secure his support by promising to make him Nawab after crushing Siraj ud Dawla. എന്താ പറയുന്നേ, ഇപ്പോൾ റോബർട്ട് ക്ലൈവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള നാവികസേനയെ ശക്തിപ്പെടുത്തി. തുടർന്ന് നവാബുമായിട്ട് ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ 1757 റോബർട്ട് ക്ലൈവ് പ്ലാസിയിൽ സിറാജ് ഉദ് ദൗളയ്ക്കെതിരെ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത് നടത്തി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, തോൽക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു CRTയിൽ. എന്താണ്, സിറാജ് ഉദ് ദൗളയുടെ കമാൻഡർമാരിൽ ഒരാളായ മിർ ജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം എന്ത് ചെയ്തില്ല, യുദ്ധമൊന്നും ചെയ്തില്ല. അവർ നവാബിൻ്റെ പരാജയമാണ് നോക്കിക്കണ്ടത്. ഓക്കെ, അപ്പോൾ യുദ്ധമൊന്നും ചെയ്തില്ല. ഈ സിറാജ് ഉദ് ദൗളയെ തകർത്ത് ആരെ നവാബാക്കാമെന്ന് പറഞ്ഞിരുന്നു, മിർ ജാഫറെ നവാബാക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. റോബർട്ട് ക്ലൈവിൻ്റെയൊക്കെ ഒരു ബുദ്ധിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ദ ബാറ്റിൽ ഓഫ് പ്ലാസി ബിക്കം ഫേമസ് ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ വിക്ടറി ദ കമ്പനി വോൺ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഈ പ്ലാസി യുദ്ധം ഇത്ര പ്രസിദ്ധമായത്? കാരണം അത് കമ്പനി ഇന്ത്യയിൽ നേടിയ ആദ്യത്തെ വിജയമാണ്. ഫസ്റ്റ് മേജർ വിക്ടറിയാണ് കേട്ടോ, ഫസ്റ്റ് മേജർ വിക്ടറി ദ കമ്പനി വോൺ ഇൻ ഇന്ത്യ. ഏത്? ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലോ, എന്താണ്, ഡിഡ് യു നോ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഹൗ പ്ലാസി ഗോട്ട് ഇറ്റ്സ് നെയിം, എങ്ങനെയാണ് പ്ലാസിക്ക് ആ പേര് ലഭിച്ചത്? പ്ലാസി ഈസ് ആൻ Anglicized pronunciation of Palashi, and the place derived its name from the Palash tree, known for its beautiful red flowers that yield gulal, the powder used in the festival of Holi. പ്ലാസി എന്ന് പറയുന്നത് ശരിക്കും പലാശി എന്നുള്ളതിൻ്റെ ആംഗലേയ
നമ്മൾ പറയില്ലേ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആണ് പ്ലാസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പലാശി എന്നുള്ള പേര് കിട്ടിയത് അവിടെ ഒരു പലാഷ് ട്രീ ഉണ്ടായിരുന്നു. പലാഷ് ട്രീ എന്ന് പറയുന്നത് ഈ ഹോളി ഉത്സവത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊടിയുണ്ട്, ഗുലാൽ. അതുണ്ടാവുന്ന ട്രീ ആണ് ഏത്, ഈ പലാഷ് ട്രീ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പലാശി എന്നുള്ള വാക്ക് വന്നു. അതിൽ നിന്ന് അതിൻ്റെ ആംഗ്ലൈസ്ഡ് പ്രൊനൗൺസിയേഷൻ ആണ് പ്ലാസി എന്നത് വന്നത്. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? The General Court Room, East India House, ലീഡൻ ഹാൾ സ്ട്രീറ്റ്. കോർട്ട് റൂമാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സിറാജുദ്ദൗള. റോബർട്ട് ക്ലൈവിനെ ആദ്യം കണ്ടല്ലോ. റോബർട്ട് ക്ലൈവ് ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടോ? റോബർട്ട് ക്ലൈവ്, പിന്നെ സിറാജുദ്ദൗള. സിറാജുദ്ദൗളേനെ മിർ ജാഫർ പറ്റിച്ചു, അല്ലേ? അവിടം വരെയാണ് നമ്മൾ എത്തിയത്. ഇനി ദ പ്രോമിസ് ഓഫ് റിച്ചസ്, അതിൽ വലിയൊന്നുമില്ല. എന്താണ്? ദ ടെറിട്ടോറിയൽ അംബിഷൻസ് ഓഫ് ദ മെർക്കൻറ്റൈൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർ വ്യൂഡ് ആൻഡ് ഡിസ്ട്രക്ട് ആൻഡ് ഡൗട്ട് ഇൻ ഇംഗ്ലണ്ട്. ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി, റോബർട്ട് ക്ലൈവ് wrote to വില്യം പിറ്റ്, one of the principal secretaries of state, to the English monarch on 7th January 1759 from കൊൽക്കത്ത. അത് റോബർട്ട് ക്ലൈവ് എഴുതുന്ന ഒരു കത്താണ് കേട്ടോ. ഇത് റോബർട്ട് ക്ലൈവ് എഴുതുന്നതാണ്. ഓക്കെ. പ്ലാസി യുദ്ധത്തിന് ശേഷം കൽക്കട്ടയിൽ നിന്ന് ഇംഗ്ലീഷ് രാജാവിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരിൽ ഒരാളായ വില്യം പിറ്റിന് റോബർട്ട് ക്ലൈവ് എഴുതിയൊരു കത്താണ്. ഒരു വാഗ്ദാനമാണ്. പ്രോമിസ് ഓഫ് റിച്ചസ്, വാഗ്ദാനം എന്ന് പറയും, അല്ലേ? ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ ദ ഡിഫീറ്റ് അറ്റ് പ്ലാസി, സിറാജുദ്ദൗള വാസ് അസാസിനേറ്റഡ് ആൻഡ് മിർ ജാഫർ മെയ്ഡ് ദ നവാബ്. അതായത് സിറാജുദ്ദൗള എന്ത് ചെയ്തു? സിറാജുദ്ദൗളയെ വധിക്കുകയും മിർ ജാഫർ നവാബാവുകയും ചെയ്തു. The company was still unwilling to take over the responsibility of administration. Its prime objective was the expansion of trade. കമ്പനിയുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? വിപുലീകരണം, അല്ലേ? വ്യാപാരത്തിൻ്റെ വിപുലീകരണമായിരുന്നു, അല്ലാതെ ഭരണ ചുമതല ഏറ്റെടുക്കുകയൊന്നല്ലായിരുന്നു. വ്യാപാരത്തിൻ്റെ വിപുലീകരണമായിരുന്നു പ്രധാന ലക്ഷ്യം. If this could be done without conquest, through the help of local rulers who were willing to grant privileges, then territories need not be taken over directly. അതായത് അവർക്ക് വിപുലീകരിക്കുക, വ്യാപാരം വിപുലീകരിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്താണ്? ഈ പ്രാദേശിക അവകാശങ്ങൾ നൽകാൻ തയ്യാറുള്ള കുറച്ച് ഭരണാധികാരികളുടെ സഹായത്തോടെയൊക്കെ ഇത് കഴിയുമോ എന്നൊക്കെ അവർ നോക്കി. അങ്ങനെയുള്ള പ്രാദേശിക ഭരണാധികാരികളെയൊക്കെ നേരിട്ട് കാണാനൊക്കെ തുടങ്ങി. Soon the company discovered that this was rather difficult. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെയൊക്കെ കിട്ടുന്നത്, പ്രാദേശിക അവകാശങ്ങളൊക്കെ നൽകാൻ തയ്യാറുള്ള ആൾക്കാരൊക്കെ കുറവാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഫോർ ഈവൻ ദ പപ്പറ്റ് നവാബ് were not always as helpful as the company wanted them to be. After all, they had to maintain a basic appearance of dignity and sovereignty if they wanted respect from other subjects. അതായത് നമ്മൾ ആദ്യം പപ്പറ്റ് എന്താണ്? പാവ നവാബ് എന്നൊക്കെ പറഞ്ഞില്ലേ? പാവ പോലെ നവാബുകളെ ആക്കുന്നതിനെയാണ് പപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാർ പോലും, ഇപ്പോൾ പാവയായിട്ട് അവർ കണ്ടിരിക്കുന്ന ആൾക്കാർ പോലും കമ്പനി ആഗ്രഹിച്ചതുപോലെ എല്ലായ്പ്പോഴും സഹായിച്ചില്ല. അതായത് എപ്പോഴും കമ്പനി എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാ സഹായവും അവർ നൽകിയില്ല. പിന്നെയോ അവരുടെ പരാജയങ്ങളിൽ നിന്ന് അവരുടെ പ്രജകളിൽ നിന്ന് ബഹുമാനം നേടണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു ഈ നവാബ് എന്ന് പറയുന്നത്, അല്ലേ? പ്രജകളിൽ നിന്ന് ബഹുമാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാധികാരം നോക്കണം, അല്ലേ? അങ്ങനെയൊക്കെ നിലനിർത്തണം എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. Then what could the company do? When Mir Jafar protested, the company disposed him and installed Mir Qasim in his place. പിന്നെ കമ്പനി എന്താണ് ചെയ്യാൻ കഴിയുക? മിർ ജാഫർ പ്രതിഷേധിച്ചപ്പോൾ കമ്പനി അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പകരം മിർ ഖാസിമിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മിർ ഖാസിം കംപ്ലൈൻഡ് ഹി ടോൺ വാസ് ഡിഫീറ്റഡ്. When Mir Qasim complained, he in turn was defeated in the battle fought at ബെക്സാർ യുദ്ധം 1764, ഇമ്പോർട്ടൻ്റ് ആണ്, driven out of Bengal, and Mir Jafar was reinstalled. അപ്പോൾ മിർ ജാഫറിനെ മാറ്റിയിട്ട് മിർ ഖാസിമിനെ ആക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് മിർ ഖാസിം പരാതിപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? 1764 ബെക്സാർ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. കംപ്ലൈൻറ്റ് ചെയ്ത് യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു, ബംഗാളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് മിർ ജാഫറിനെ എന്ത് ചെയ്തു? വീണ്ടും അവിടെ പ്രതിഷ്ഠിച്ചു. Then the Nawab had to pay ₹5 lakh every month, but the company wanted more money to finance its wars and meet the demands of trade and its expenses. അപ്പോൾ എല്ലാ മാസവും നവാബ് 5 ലക്ഷം രൂപ പേ ചെയ്യണമായിരുന്നു. പക്ഷേ കമ്പനിക്ക് വീണ്ടും പണം ആവശ്യമുണ്ട് വാർസിന്, അതായത് യുദ്ധത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും
പൈസ ആവശ്യമായിട്ട് വന്നു. യുദ്ധങ്ങൾക്ക് ധനസഹായം നൽകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റാനും കൂടുതൽ പണം വേണ്ട വന്നു. പിന്നെ എന്താ സംഭവിച്ചേ? ദെൻ ഇറ്റ് വാണ്ടഡ് മോർ ടെറിട്ടറീസ് ആൻഡ് മോർ റവന്യൂ. കുറേ ടെറിട്ടറീസ്, കൂടുതൽ പ്രദേശങ്ങളും കൂടുതൽ വരുമാനവും വേണമായിരുന്നു. By the time Mir Jafar died in 1765, the mood of the company had changed. Having failed to work with puppet Nawabs, Clive declared, "We must indeed become Nawab ourselves." 1765 ആയപ്പോൾ ആര് മരിച്ചു? മിർ ജാഫർ മരിച്ചു. അപ്പോൾ കമ്പനിയുടെ അവസ്ഥ അല്ലെങ്കിൽ മൂഡെന്ന് പറയുന്ന മാനസികാവസ്ഥ അപ്പോഴേക്കും മാറി. ഈ നവാബുമാരോടൊപ്പം നിൽക്കുകയല്ല, പാവ നവാബുമാരോടൊപ്പം നിൽക്കുകയല്ല, അതിന് പകരം നമുക്ക് നവാബാവാം, നമ്മൾ സ്വയം നവാബുമാരാകണം എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ക്ലൈവ് പറഞ്ഞത്. ഓക്കെ. Then finally in 1765 the Mughal emperor appointed the company as the Diwan of the provinces of Bengal. അവസാനം 1765 മുഗൾ ചക്രവർത്തി കമ്പനിയെ ബംഗാൾ പ്രവിശ്യകളുടെ ദിവാനായിട്ട് നിയമിച്ചു. അപ്പോൾ ബംഗാളിലെ വലിയ വരുമാന സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ദിവാൻ കമ്പനിയെ അനുവദിക്കുകയും ചെയ്തു. കമ്പനി നേരത്തെ നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരവുമായി, അല്ലേ? ബംഗാളിലെ റിസോഴ്സസ് യൂസ് ചെയ്യുക. അങ്ങനെ അവരുടെ ആ മേജർ പ്രോബ്ലത്തിനുള്ള പരിഹാരവും കണ്ടു. From the early 18th century, its trade with India had expanded, but it had to buy most of the goods in India with gold and silver imported from Britain. 18ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരമൊക്കെ വികസിച്ചു. എന്നിട്ടോ പക്ഷെ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണവും വെള്ളിയും കൊണ്ടായിരുന്നു ഇന്ത്യയിലെ മിക്ക സാധനങ്ങളും വാങ്ങേണ്ടതായിട്ട് അവർക്ക് വന്നത്. സ്വർണവും വെള്ളി ഉപയോഗിച്ചാണ് അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. This was because at this time Britain had no goods to sell in India. അവരുടെ കയ്യിൽ വേറെ ഗുഡ്സ് ഒന്നും ഉണ്ടായില്ല. The outflow of gold from Britain slowed after the Battle of Plassey. Battle of Plasseyക്ക് ശേഷം ഈ സ്വർണത്തിൻ്റെ വ്യാപാരം സ്വർണം നമുക്ക് തന്നുകൊണ്ടിരുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. Then and entirely stopped ആഫ്റ്റർ ദ അസംഷൻ ഓഫ് ദിവാനി. ഈ ദിവാനിയുടെ അനുമതിക്ക് ശേഷം അത് പൂർണ്ണമായിട്ട് നിലയ്ക്കുകയും ചെയ്തു. Now revenue from India could finance company expenses. These revenue could be used to purchase cotton and silk textile in India, maintain company troops and meet the cost of building of the company fort and offices at Calcutta. അപ്പോൾ അവർ തന്നുകൊണ്ടിരുന്ന സ്വർണ്ണമോ പിന്നെ ദിവാനിയൊക്കെ ആയതിനു ശേഷം അത് പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു, അല്ലേ? പിന്നെയോ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിൽ കമ്പനിയുടെ ചെലവുകൾ ഇപ്പോൾ വഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ വരുമാനം ഇന്ത്യയിലെ കോട്ടൺ സിൽക്ക് തുണിത്തരങ്ങൾ വാങ്ങാനും പിന്നെ കമ്പനിയുടെ സൈന്യത്തെ പരിപാലിക്കാനും പിന്നെ ഇതുണ്ടല്ലോ കോട്ട, കമ്പനിയുടെ കോട്ടയുടെ ഓഫീസുകൾ, കോട്ട അതിൻ്റെയൊക്കെ നിർമ്മാണ ചെലവ് വഹിക്കാനൊക്കെ ഇവർ ഇത് ഉപയോഗിച്ചു. ഓക്കെ. ഇനി ഇതിൻ്റെ സൈഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നവാബ് കംപ്ലയിൻസ്. 1733 എന്താണ് നവാബ് പരാതിപ്പെട്ടത്? In 1733 the Nawab of Bengal said this about the English traders. 1733 നവാബ് ഇംഗ്ലീഷ് വ്യാപാരികളെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ആദ്യമായിട്ട് നാട്ടിലെത്തിയപ്പോൾ ഒരു ഫാക്ടറി പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങാനുള്ള കുറച്ച് ഇതൊക്കെ കൊടുത്തു. പിന്നെ അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ വായിച്ചാൽ മതി. അധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇനി കമ്പനി ഒഫീഷ്യൽ ബിക്കം നബോബ്സ്. കമ്പനി ഒഫീഷ്യൽ ബിക്കം നബോബായി കമ്പനി ഉദ്യോഗസ്ഥർ. എന്താ നോക്കാം. വാട്ട് ഡിഡ് ഇറ്റ് മീൻ ടു ബി നവാബ്? It mean of course that the company acquired more power and authority. അല്ലേ? നവാബുകൾ എന്ന അർത്ഥം വരികയാണെങ്കിൽ എന്തായിരിക്കും? കമ്പനിക്ക് കൂടുതൽ അധികാരവും അവകാശമൊക്കെ നേടിയെടുത്തു എന്നതാണ് അർത്ഥം. But it also means something else. Each company servant began to have visions of living like Nawab. എന്നാൽ അതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. ഓരോ കമ്പനി ഉദ്യോഗസ്ഥരും ഒഫീഷ്യൽസും നവാബുകളെപ്പോലെ ജീവിക്കാനുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള വിഷൻസൊക്കെ ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. After the Battle of Plassey, the actual Nawab of Bengal were forced to give land and vast sum of money as personal gift to company officials. അതായത് പ്ലാസി യുദ്ധത്തിന് ശേഷം ശരിക്കുള്ള യഥാർത്ഥ നവാബുകളുണ്ടല്ലോ, ബംഗാളിലെ യഥാർത്ഥ നവാബുകൾ കമ്പനി ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ രീതിയിൽ സമ്മാനമായിട്ട് ഭൂമി വലിയ തുകയൊക്കെ നൽകാനൊക്കെ നിർബന്ധിതരായി.
Robert Clive himself amassed a fortune in India. He had come to Madras from England in 1743 at the age of 18. When in 1767 he left India, his Indian fortune was റുപ്പീസ് അല്ല കേട്ടോ, ഇത് അവിടുത്തെ ഇതാണ് 401,102 അത്രയുമായി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഇപ്പോൾ സമ്മാനമായിട്ടൊക്കെ നൽകിയെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയും വലിയ തുകയൊക്കെ സമ്മാനമായിട്ടൊക്കെ ആർക്ക് കൊടുക്കാൻ വേണ്ടി, ഈ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് യഥാർത്ഥ നവാബുകളോട് പറഞ്ഞു പ്ലാസി യുദ്ധത്തിന് ശേഷം. അത് കഴിഞ്ഞിട്ട് റോബർട്ട് ക്ലൈവ് ഹിംസെൽഫ് അമേസ്ഡ് എ ഫോർച്യൂൺ ഇൻ ഇന്ത്യയിൽ ഒരു സമ്പത്ത് ഉണ്ടാക്കി. 1743 18-ാം വയസ്സിൽ ഇംഗ്ലണ്ടിൽ നിന്ന് മദ്രാസിലേക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നത് എന്ന് 18-ാം വയസ്സിൽ. 1767 ഇന്ത്യ വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ സമ്പത്താണ് ഇത്രയും രൂപ എന്ന് പറയുന്നത്. ഓക്കെ. Interestingly, when he was appointed governor of Bengal in 1764, he was asked to remove corruption in company administration, but he was himself cross-examined in 1772 by the British Parliament, which was suspicious of his vast wealth. Although he was acquitted, he committed suicide in 1774. ഇത്രയും പണമൊക്കെ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് 1764 ബംഗാളിലെ ഗവർണറായിട്ട് ആരെ നിയമിച്ചു? ഈ ക്ലൈവിനെ നിയമിച്ചു. അപ്പോൾ കമ്പനി ഭരണത്തിലെ അഴിമതിയൊക്കെ നീക്കം ചെയ്യാനൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തെ നിയമിച്ചതും ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 1772 ബ്രിട്ടീഷ് പാർലമെൻറ്റ് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ക്രോസ് വിസ്താരം ചെയ്തു. എന്തിന്? ഇത്രയും പൈസ കണ്ടോ, വിച്ച് വാസ് സസ്പീഷ്യസ് ഓഫ് ഹിസ് വാസ്റ്റ് വെൽത്ത്. അതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കി. എന്നിട്ട് എന്നാലും 1774 അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഓക്കെ, റോബർട്ട് ക്ലൈവ്. ഇനി however, not all company officials succeeded in making money like Clive. Many died as early death in India due to disease and war, and it would not right to regard all of them as corrupt and dishonest. എല്ലാ കമ്പനി ഉദ്യോഗസ്ഥരും ക്ലൈവിനെ പോലെ പണം സമ്പാദിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ അത്ര സമ്പാദിക്കുന്നതിൽ വിജയിച്ചില്ല. പിന്നെ രോഗവും യുദ്ധമൊക്കെ മൂലം ഇന്ത്യയിൽ പലരും നേരത്തെ മരിക്കുകയും ചെയ്തിരുന്നു. അവർക്കെല്ലാം അഴിമതിക്കാർ സത്യസന്ധരായി കണക്കാക്കുന്നതും ശരിയല്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വുഡ് നോട്ട് ബി റൈറ്റ് ടു റിഗാർഡ് ഓൾ ഓഫ് ദം ആസ് കറപ്റ്റ് ആൻഡ് ഡിസോണസ്റ്റ്. അഴിമതിക്കാരായിട്ടൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. മെനി ഓഫ് ദം കെയിം ഫ്രം ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദെയർ അപ്പർമോസ്റ്റ് ഡിസൈർ വാസ് ടു ഏൺ ഇനഫ് ഇൻ ഇന്ത്യ, റിട്ടേൺ ടു ബ്രിട്ടൻ ആൻഡ് ലീഡ് എ കംഫർട്ടബിൾ ലൈഫ്. അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്തിട്ട് ബ്രിട്ടനിൽ തന്നെ തിരിച്ചു പോയിട്ട് അവിടെ ഒരു നല്ല ലൈഫ് ജീവിതം നയിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു അവരുടെ പരിപാടികൾ. Those who managed to return with wealth led flashy lives and flaunted their riches. They were called a naboob. അപ്പോൾ ആരാണ് നബോബ് എന്ന് പറഞ്ഞാൽ? മടങ്ങാൻ കഴിഞ്ഞവർ നല്ല ജീവിതം നയിക്കുകയും അവരുടെ സമ്പത്ത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അവരെയാണ് നമ്മൾ നബോബ് എന്ന് വിളിക്കുന്നത്. ആരെയാണ്? Those who managed to return with wealth had flashy lives and flaunted their riches. റിച്ചസൊക്കെ കാണിച്ചുകൊണ്ട്, റിച്ചസൊക്കെ അവരുടെ സമ്പത്തൊക്കെ പ്രകടിപ്പിച്ചൊക്കെ ജീവിതം നയിക്കുകയൊക്കെ ചെയ്തവരെയാണ് നബോബ് എന്ന് വിളിച്ചു വന്നിരുന്നത്. നബോബ്. ആൻ ആംഗ്ലൈസ്ഡ് വേർഷൻ ഓഫ് ദ ഇന്ത്യൻ വേർഡ് നവാബ്. ഈ നവാബിൻ്റെ തന്നെ ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് ഇത് നബോബ് എന്ന് പറയുന്നത്. They were often seen as upstairs and social climbers in British society and were ridiculed or made fun in plays and cartoons. ഈ ബ്രിട്ടീഷ് സമൂഹത്തിൽ അവർ പലപ്പോഴും ഉയർന്നു വന്നവരാണെങ്കിൽ സാമൂഹ്യ ഇതൊക്കെ ആയിട്ട് കാണപ്പെടുകയും നാടകം, കാർട്ടൂണിസ്റ്റ് അങ്ങനെയുള്ളതിലൊക്കെ അവരെന്ത് ചെയ്തു? പരിഹാസപ്പെടുകയോ കളിയാക്കുകയോ ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഏകദേശം ഒരുവിധം ഞാൻ 2 തവണയൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്നാലും ഒരു കഥ പോലെ പറയുമ്പോൾ ആ രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താ പറയേണ്ടത്? ഹൗ ഡിഡ് ക്ലൈവ് സീ ഹിംസെൽഫ്? ക്ലൈവ് എങ്ങനെ സ്വയം കണ്ടു? അത് നമുക്ക് വേണ്ട. ഇനി കമ്പനി റൂൾ എക്സ്പാൻഡ്സ്. If we analyze the process of annexation of Indian states by the East India Company from 1757 to 1857, certain key aspects emerged. എന്താ പറയുന്നത്? 1757 മുതൽ 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ സംസ്ഥാനങ്ങളെ
കുറച്ച് അവരുടെ ഇതൊക്കെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രധാന വശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. The company rarely launched a direct military attack on an unknown territory. Instead, it used a variety of political, economic and diplomatic methods to extend its influence before annexing an Indian kingdom. എന്താ പറയുക, കമ്പനി വളരെ കുറച്ച് മാത്രമായിട്ടാണ് സൈനിക ആക്രമണമൊക്കെ ആരംഭിച്ചത്. അവർ പകരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യൻ രാജ്യം പിടിച്ചെടുക്കുന്നതിന് കുറച്ച് വിവിധ രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്ര ഡിപ്ലോമാറ്റിക് രീതികളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. After the Battle of Buxar in 1764, the company appointed residents in Indian state. They were political or commercial agents and their job was to serve and further the interest of the company. അപ്പോൾ ബക്സാർ യുദ്ധം 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം കമ്പനി ഇന്ത്യ സംസ്ഥാനങ്ങളിൽ കുറച്ച് താമസക്കാരെ നിയമിച്ചു. അവർ രാഷ്ട്രീയപരമോ വാണിജ്യപരമോ ആയ ഏജൻറ്റുമാരായിരുന്നു. കൊമേഴ്ഷ്യൽ ഏജൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഏജൻ്റൊക്കെ ആയിരുന്നു. അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താ, കമ്പനിയുടെ താല്പര്യങ്ങൾ നടപ്പാക്കുക, കമ്പനീനെ സേവിക്കുക, അങ്ങനെയുള്ളതായിരുന്നു അവരുടെ ജോലി. Through the residents, the company official began interfering in the internal affairs of Indian state. They tried to decide who was to be the successor of the throne and who was appointed in administrative post. അപ്പോൾ കമ്പനീനെ സഹായിക്കാൻ വേണ്ടി വന്നവർ എന്ത് ചെയ്തു, സിംഹാസനത്തിൻ്റെ പിൻഗാമി ആരാവണം, അല്ലെങ്കിൽ ഭരണപരമായ തസ്തികൾ ആരെ നിയമിക്കണം എന്നൊക്കെ അവർ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. Sometimes the company forced the state into a subsidiary alliance. നമ്മൾ പഠിച്ചതായിരുന്നല്ലേ. According to the terms of this alliance, Indian rulers were not allowed to have their independent armed forces. They were to be protected by the company, but had to pay for the subsidiary forces that the company was supposed to maintain for the purpose of this protection. If the Indian rulers failed to make a payment, then part of their territory was taken away as penalty. സബ്സിഡറി അലയൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്? കമ്പനി സംസ്ഥാനങ്ങളെ ഒരു സബ്സിഡറി അലയൻസിലേക്ക് നിർബന്ധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യൻ ഭരണാധികാരികൾ അവരുടെ സ്വന്തം സായുധ സേനയെ അതിലൊന്നും അനുവദിക്കില്ല. അതിന് പകരമായിട്ട് കമ്പനി അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സംരക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പനിയെ പരിപാലിക്കണം, സബ്സിഡറി ഫോഴ്സിന് പണം നൽകേണ്ടതൊക്കെ ആയിട്ട് വന്നു. ഓക്കെ, കമ്പനിയുടെ സബ്സിഡറി ഫോഴ്സിന് പണം നൽകണം. പിന്നെയോ ഇനി ഇന്ത്യൻ ഭരണാധികാരികൾ പണം നൽകാൻ പരാജയപ്പെട്ടാലോ അവരുടെ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം പിഴയായിട്ട് ഇവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതായിരുന്നു ഈ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലേ. ഇപ്പോൾ സബ്സിഡറി ഫോഴ്സിന് പണം നൽകണം, പക്ഷേ സബ്സിഡറി ഫോഴ്സിന് പണം നൽകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഭരണാധികാരികളുടെ കുറച്ച് പ്രദേശത്തിൻ്റെ ഒരു ഭാഗം അവർ എടുത്തുകൊണ്ടും പോകും. ഫോർ എക്സാമ്പിൾ, when Richard Wellesley was Governor General in 1798 to 1805, the Nawab of Awadh was forced to give over half of his territory to the company in 1801 as he failed to pay for the subsidiary forces. Hyderabad was also forced to cede territories on similar ground. എന്നാൽ നമ്മൾ വെല്ലസ്ലി പ്രഭുവാണ് ഇത് കൊണ്ടുവന്നതെന്ന് പഠിച്ചു അല്ലേ, സബ്സിഡറി അലയൻസ്. അപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ 1798 മുതൽ 1805 വരെ വെല്ലസ്ലി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ ഈ സബ്സിഡറി ഫോഴ്സിന് പണം നൽകുന്നതിൽ പരാജയപ്പെട്ടു. ആര് പരാജയപ്പെട്ടു? അവധിലെ നവാബ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ പകുതിയിലധികം കമ്പനിക്ക് നൽകേണ്ടതായിട്ട് വന്നു. പിന്നെ ഹൈദരാബാദ് വാസ് ഓൾസോ ഫോഴ്സ്ഡ് ടു സീഡ് ടെറിട്ടറീസ് ഓൺ സിമിലർ. ഹൈദരാബാദിനും ഇങ്ങനെ തന്നെ അവരുടെ കുറച്ച് പ്രദേശങ്ങൾ വിട്ടു നൽകേണ്ടതായിട്ട് വന്നു. ഇനി നവാബ് ഷുജാ ഉദ് ദൗള അല്ലേ ഓഫ് അവധ്. അവധിലെ നവാബായിരുന്നു ഷുജാ ഉദ് ദൗള. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ നിൽക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന പെയിൻറ്റിങ്. ഇനി എന്താണ്, വാട്ട് പവർ ഡിഡ് ദ റെസിഡൻറ്റ് ഹാവ്? റെസിഡൻറ്റിന് എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത്? അത് നമുക്ക് നോക്കണ്ട. ഇവിടെ രണ്ട് വേർഡ് കൊടുത്തേക്കുന്നതാണ്, ഇൻജക്ഷനും സബ്സെർവിയൻസും. ഇൻജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം. പിന്നെ സബ്സെർവിയൻസ് എന്ന് പറഞ്ഞാൽ സബ്മിസീവ്നെസ്, അതായത് വിധേയത്വം എന്നൊക്കെ പറയില്ല ആ കാര്യം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ ഈ ബോക്സ്. ഇനി നമ്മൾ
ടിപ്പു സുൽത്താനിലേക്ക് കടക്കുന്നു. അപ്പോൾ ഏകദേശം റോബർട്ട് ക്ലൈവ് പിന്നെ സബ്സിഡറി അലയൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇപ്പം ക്ലാസ് കാണുമ്പോൾ ഒരു കഥ പോലെ എന്താ പറയുക, അപ്പം കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. കഥ പോലെ കേട്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആലോചിച്ച് നിങ്ങളൊന്ന് കേട്ടിരിക്കുക കേട്ടോ. ഇനിയും ടിപ്പു സുൽത്താൻ, ദ ടൈഗർ ഓഫ് മൈസൂർ. ടിപ്പു സുൽത്താനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനുള്ളത്. മൈസൂരിലെ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The company resorted to direct military confrontation when it was a threat of its political or economic interest. This can be illustrated with the case of southern Indian state of Mysore. എന്താ പറയുന്നത്? കമ്പനിയുടെ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ താല്പര്യങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന് കണ്ടപ്പോൾ കമ്പനി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയുണ്ടായി. അതിലാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനമായ മൈസൂരിൻ്റെ കാര്യം പറയുന്നത്. Mysore had grown in strength under the leadership of powerful rulers like Hyder Ali, who ruled from 1761 to 1782, and his famous son Tippu Sultan ruled from 1782 to 1799. ഹൈദർ അലി 1761 മുതൽ 82 വരെ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ 82 മുതൽ 99 വരെ ഭരിച്ചു. അങ്ങനെയുള്ള ശക്തരായ ഭരണാധികാരികളുടെ നേതൃത്വത്തിലായിരുന്നു മൈസൂർ വളർന്നുകൊണ്ടിരുന്നത്. ഇനി എന്താ? മൈസൂർ കൺട്രോൾഡ് ദ പ്രോഫിറ്റബിൾ ട്രേഡ് ഓഫ് ദ മലബാർ കോസ്റ്റ് വേർ ദ കമ്പനി പർച്ചേസ്ഡ് പെപ്പർ ആൻഡ് കാർഡമം. കമ്പനി കുരുമുളകും ഏലവും ഒക്കെ വാങ്ങിയ മദ്രാസ് തീരത്തെ ലാഭകരമായ വ്യാപാരം മൈസൂർ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. Then in 1785, Tippu Sultan stopped the export of sandalwood, pepper and cardamom through the ports of his kingdom and disallowed local merchants from trading with the company. 1755 ടിപ്പു സുൽത്താൻ തൻ്റെ രാജ്യത്തിൻ്റെ തുറമുഖങ്ങളിലൂടെയുള്ള ചന്ദനം, കുരുമുളക്, ഏലം എന്നിവയുടെ കയറ്റുമതിയൊക്കെ നിർത്തുകയും പിന്നെ അവിടുത്തെ ലോക്കൽ വ്യാപാരികളോട് മെർച്ചൻസിനോട് കമ്പനിയുമായിട്ട് വേറെ വ്യാപാരമൊന്നും നടത്തരുത് എന്ന് വിലക്കുകയും ചെയ്തു. He also established a close relationship with the French in India and modernized his army with their help. ആരുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു അടുപ്പമുണ്ടായിരുന്നത്? ഫ്രഞ്ചുകാരായിട്ടായിരുന്നു അല്ലേ? ഫ്രഞ്ചുകാരായിട്ട് അടുപ്പമുണ്ടാവുകയും അവരുടെ സഹായത്തോടെ സൈന്യത്തെ നവീകരിക്കുകയൊക്കെ ആര് ചെയ്തു? ടിപ്പു സുൽത്താൻ ചെയ്തു. The British were furious. They saw Hyder and Tippu as ambitious, arrogant and dangerous rulers who had to be controlled and crushed. 4 war were fought with Mysore. 4 വാറുകൾ ഏതൊക്കെയാണ്? 1767, 69, 80, 84, 90, 92, 77. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഹൈദറിനെയും ടിപ്പുവിനെയൊക്കെ എന്താ അഹങ്കാരവും അപകടകാരിയൊക്കെ ആയിട്ട് കണ്ടു. അവരെ നിയന്ത്രിക്കാനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ നോക്കി. അപ്പോൾ മൈസൂരിലെ 4 യുദ്ധങ്ങളാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഈ 4 വർഷങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. 67 മുതൽ 69 വരെ, 80 മുതൽ 84 വരെ, 90 മുതൽ 92 വരെ, പിന്നെ 99. അതിൽ only in the last, the battle of Srirangapattanam, did the company ultimately win the victory. ഇതിൽ അവസാനത്തെ ശ്രീരംഗപട്ടണ യുദ്ധത്തിലാണ് കമ്പനി വിജയിച്ചത്. Tippu Sultan was killed defending his capital Srirangapattanam. Mysore was placed under the former ruling dynasty of the Vodayars and a subsidiary alliance was imposed on the state. അപ്പോൾ അവസാനത്തെ ശ്രീരംഗപട്ടണ യുദ്ധത്തിൽ കമ്പനി വിജയിച്ചു. ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സംരക്ഷിക്കാൻ അവസാനം കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ മൈസൂർ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ ഫോർമർ റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് വോഡേയേഴ്സ് എന്ന് പറയുന്ന വോഡയർമാരുടെ മുൻ ഭരണവംശത്തിൻ്റെ കീഴിലാവുകയും അതിന് സംസ്ഥാനത്തിന് എന്ത് ഏൽപ്പിച്ചു? നമ്മുടെ സബ്സിഡറി അലയൻസ് സംസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് കോൺവാലിസ് പ്രഭു. ദ കോൺവാലിസ് റിസീവിംഗ് ദ സൺ ഓഫ് ടിപ്പു സുൽത്താൻ ആസ് ഹോസ്റ്റേജസ്. കോൺവാലിസ് പ്രഭുവാണിത്. കോൺവാലിസ് ടിപ്പു സുൽത്താൻ്റെ മക്കളെ ബന്ദികളായിട്ടൊക്കെ നിൽക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ. ദെൻ ദ ലെഗൻഡ് ഓഫ് ടിപ്പു. എന്താ പറയുന്നത്? ടിപ്പുവിൻ്റെ ഇതിഹാസത്തെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ടൈഗർ ഓഫ് മൈസൂർ. മൈസൂരിലെ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഇവിടെ ഒരു കഥ പോലൊരു കാര്യമാണ് പറയുന്നത്. അതായത്
ഈ ഐതിഹ്യങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ, അത് നാടോടി കഥയോ കിട്ടുകഥയോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ല കറക്റ്റായിട്ട്, ഓരോ ശക്തികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. 1782 നോക്കാം. Here the legend about Tipu Sultan, who became the ruler of Mysore in 1782. It is said that once he went hunting in the forest with a French friend. There he came face to face with a tiger. His gun did not work and his dagger fell into the ground. He battled with the tiger unarmed until he managed to reach down and pick up the dagger. Finally, he was able to kill the tiger in the battle. After this, he came to be known as the Tiger of Mysore. എന്താ പറഞ്ഞിരുന്നത്? അതായത് 1782 നമ്മുടെ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രണ്ടുമായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കടുവയെ മുഖാമുഖം കണ്ടു. കാട്ടിൽ വേട്ടയാടാൻ പോയതാണ്, ഒരു കടുവേനെ കണ്ടു. അപ്പോൾ തോക്ക് പെട്ടെന്ന് എടുത്തപ്പോൾ തോക്ക് പ്രവർത്തിച്ചില്ല. പിന്നെ എന്താണ്, മറ്റേ കടാരയുണ്ടല്ലോ, അത് നിലത്തേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ കടുവയുടെ അടുത്ത് ഒരു ആയുധവുമില്ലാതെയാണ് ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തത്. എന്നിട്ട് ആ താഴെ ചാടിയ കടാര എടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് കടുവേനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മൈസൂർ കടുവ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താ, ഹി ഹാഡ് ദ ഇമേജ് ഓഫ് ദ ടൈഗർ ഓൺ ഹിസ് ഫ്ലാഗ്. അദ്ദേഹത്തിൻ്റെ പതാകയിൽ എന്തുണ്ട്, കടുവയുടെ ചിത്രവും ഉണ്ടായിരുന്നു. ടിപ്പൂസ് ടോയ് ടൈഗർ, ഒരു ടോയ് ടൈഗർ ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ, അത് നോക്കിയേ. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ബിഗ് മെക്കാനിക്കൽ ടോയ് ദാറ്റ് ടിപ്പു possessed. You can see a tiger mauling a European soldier. When its handle was turned, the toy tiger roared and the soldier shrieked. This toy tiger is now kept in the Victoria and the Albert Museum in London. The British took it away when Tipu Sultan died, defending his capital Srirangapattanam on ഡേറ്റ് ഓർത്ത് വയ്ക്കുക 1799 മെയ് 4. എന്താ പറയുന്നത്, ഇത് ടിപ്പുവിൻ്റെ ഒരു കളിപ്പാട്ടമാണ്. അതായത് ടിപ്പുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വലിയ മെക്കാനിക്കൽ കളിപ്പാട്ടം, അതാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു യൂറോപ്യൻ പട്ടാളക്കാരെ കടുവ വലിച്ചു കീറുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പിടി തിരിക്കുമ്പോൾ ഈ എന്നാ കളിപ്പാട്ടത്തിലുള്ള ഈ കടുവ അലറുവും പിന്നെ പട്ടാളക്കാരൻ്റെ നിലവിളിയൊക്കെ കേൾക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ്. പിന്നെ 1799 മെയ് 4 ടിപ്പു സുൽത്താൻ മരിച്ചപ്പോൾ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സംരക്ഷിക്കാൻ മരിച്ചുവല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർ അതെന്ത് ചെയ്തു, എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ടുക്കവേ, എടുത്തു കളഞ്ഞു. ഓക്കെ, ഇനി വാർ വിത്ത് ദ മറാത്താസ്. എന്താണ്, മറാത്തകളുമായുള്ള യുദ്ധം. ഫ്രം ദ ലേറ്റ് 18th century, the company also sought to curb and eventually destroy the Maratha power. With their defeat in the Third Battle of Panipat in 1761, the Marathas' dream of ruling from Delhi was shattered. മറാത്തകളുമായുള്ള യുദ്ധം. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലാണ് കമ്പനി മറാത്ത ശക്തിയെ നിയന്ത്രിക്കാനും ഒടുവിൽ നശിപ്പിക്കാനും ശ്രമിച്ചത്. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡൽഹിയിൽ നിന്ന് ഭരിക്കാനുള്ള മറാത്തകളുടെ സ്വപ്നവും എന്ത് ചെയ്തു, തകർന്നു. പിന്നെന്താ സംഭവിച്ചത്, they were divided into many states under different chiefs അല്ലെങ്കിൽ സർദാർ belonging to dynasties such as സിന്ധിയ, ഹോൾക്കർ, ഗേക്വാദ് ആൻഡ് ബോൺസലെ. സിന്ധിയ, ഹോൾക്കർ, ഗേക്വാദ്, ബോൺസലെ തുടങ്ങിയ രാജവംശങ്ങളിൽപ്പെട്ട വിവിധ തലവന്മാരുടെ അല്ലെങ്കിൽ വിവിധ സർദാർമാരുടെ കീഴിൽ അവർ പല സംസ്ഥാനങ്ങളിലായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തു. ദീസ് ചീഫ് വെയർ ഹെൽഡ് ടുഗദർ ഇൻ എ കോൺഫെഡറസി അണ്ടർ എ പെഷ്വ പ്രിൻസിപ്പൽ മിനിസ്റ്റർ ഹു ബിക്കെയിം ഇറ്റ്സ് ഇഫക്റ്റീവ് മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ബേസ്ഡ് ഇൻ പൂനെ. പൂനെ ആസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൈനിക ഭരണ തലവൻ്റെ ഒരു പേഷ്വായുടെ കീഴിലുള്ളൊരു കോൺഫെഡറസിൽ ഈ തലവന്മാർ ഒരുമിച്ച് ചേരുകയും ചെയ്തു. പൂനെയിൽ കേട്ടോ. മഹാദ്ജി സിന്ധിയ ആൻഡ് നാനാ ഫട്നാവിസ് were two famous Maratha soldiers and statesmen of the late 18th century. 18th centuryയിൽ ആരായിരുന്നു, മഹദ്ജി സിന്ധിയയും നാനാ ഫട്നീസും 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പ്രശസ്തരായ മറാത്ത സൈനികരായിരുന്നു. മഹദ്ജി സിന്ധിയയും നാനാ ഫട്നീസും. ഓക്കെ, the Maratha were subdued in a series of wars. In the first war that ended in 1782 with the Treaty of Salbei, there was no clear victor. The second
ആംഗ്ലോ മറാത്ത വാർ, എല്ലാത്തിൻ്റെയും വർഷം നോക്കി വയ്ക്കണം, 1803-5 വാസ് ഫോട്ട് ഓൺ ഡിഫറെൻറ്റ് ഫ്രണ്ട്സ് റിസൾട്ടിംഗ് ഇൻ ദ ബ്രിട്ടീഷ് ഗെയിനിങ് ഒറീസ ആൻഡ് ദ ടെറിട്ടറീസ് നോർത്ത് ഓഫ് ദ യമുന റിവർ ഇൻക്ലൂഡിംഗ് ആഗ്ര ആൻഡ് ഡൽഹി. മറാത്തകൾ എന്ത് ചെയ്തു? തുടർച്ചയായിട്ട് യുദ്ധങ്ങളിലൊക്കെ കീഴടങ്ങി. 1782 സൽബായ് ഉണ്ടോ, ട്രീറ്റി ഓഫ് സൽബായ് ഉടമ്പടിയോടെ അവസാനം ഒന്നാം യുദ്ധത്തിൽ വക്താവായ ഒരു വിജയമുണ്ടായി. ട്രീറ്റി ഓഫ് സൽബായ്. ദർ വാസ് നോ ക്ലിയർ വിക്ടർ ഉണ്ടായില്ല. പിന്നെ വരുന്നത് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803-5. വ്യത്യസ്ത മുന്നണികളിലാണ് ഇവർ പോരാടിയത്. ബ്രിട്ടീഷുകാർ ഒറീസയും ആഗ്രയും ഡൽഹിയും ഉൾപ്പെടെ യമുന നദികളുടെ പ്രദേശങ്ങളൊക്കെ അവരെന്താക്കി? ബ്രിട്ടീഷുകാർ അങ്ങനെ സ്വന്തമാക്കി. ആദ്യം 1782 ട്രീറ്റി ഓഫ് സൽബായിൽ ഒരു ക്ലിയർ വിക്ടറി ഉണ്ടായിരുന്നില്ല എന്നാട്ടോ, നോ ക്ലിയർ വിക്ടർ എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിലാണ് ഇത് ഒറീസ പിന്നെ ടെറിട്ടറീസ് ഓഫ് യമുന റിവറൊക്കെ ആര് പിടിച്ചടക്കിയത്? ബ്രിട്ടീഷുകാർ ഗെയിൻ ചെയ്തത്. ഫൈനലി ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ഓഫ് 1817-19 തേർഡ് ആംഗ്ലോ മറാത്ത വാർ crushed the Maratha power. The Peshwa was removed and sent away to Bittur near Kanpur with a pension. The company now had complete control over the territory south of the Vindhyas. അപ്പോൾ മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടന്നത് 1817-19 ആ യുദ്ധത്തിൽ മറാത്ത ശക്തി തകർന്നു. പെഷ്വ മാറി എന്തായി? കാൺപൂരിലേക്കുള്ള ബിത്തൂരിലേക്ക് അയച്ചു. പെഷ്വയെ കാൺപൂരിലേക്കുള്ള ബിത്തൂറിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നെ പറയുന്നത് വിന്ധ്യയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളൊക്കെ എന്തായി? കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ഉണ്ടായി. ഓക്കെ, ഇനി ലോർഡ് ഹേസ്റ്റിംഗ് ആണ് ഇവിടെ ഇരിക്കുന്നത്. എ സ്റ്റാച്യു ഓഫ് ദ ക്യൂൺ ഓഫ് കിറ്റൂർ കർണാടകയിലുള്ള ക്യൂൺ ഓഫ് കിറ്റൂറിൻ്റെ സ്റ്റാച്യു ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ എത്രാമത്തെ പേജ്? 17. ഇനി ഒരു 7 പേജും കൂടി ഉണ്ടാവും. കുറച്ച് ലെങ്ത് കൂടുതലാണ്, എന്നാലൊരു കഥ പോലെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി, കണ്ടില്ലെങ്കിലും കേട്ടിരിക്കുക കേട്ടോ. ദ ക്ലെയിം ടു പാരാമൗണ്ടസി പരമാധികാരം അല്ലേ, പരമാധികാരത്തിനുള്ള അവകാശവാദം എന്നൊക്കെ പറയും. It is clear from the above that from the early 19th century the company pursued an aggressive policy of territorial expansion. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കമ്പനി പ്രാദേശിക ടെറിട്ടറീസൊക്കെ എന്തായിരുന്നു? ലോക്കൽ ടെറിട്ടറി അല്ലെങ്കിൽ പ്രാദേശിക പ്രദേശങ്ങളൊക്കെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ടായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി അണ്ടർ ലോർഡ് ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ ഫ്രം 1813 to 1823 എ ന്യൂ പോളിസി ഓഫ് പാരാമൗണ്ടസി വാസ് ഇനീഷ്യേറ്റഡ്. പരമാധികാരം ആരാണ്? ഹേസ്റ്റിംഗ് പ്രഭുവിന് കീഴിൽ 1813-23 കാലഘട്ടത്തിലെ ഗവർണർ ജനറലായിരുന്നു. അപ്പോൾ അദ്ദേഹം പരമാധികാരം എന്ന ഒരു പുതിയ നയം, പാരാമൗണ്ടസി എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പാരാമൗണ്ടസി അപ്പോൾ ആരുടെയാണ്? ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ. അങ്ങനെ ഒരു പുതിയ നയം ആവിഷ്കരിച്ചു. Now the company claimed that its authority was paramount or supreme, hence its power was greater than that of Indian states. In order to protect its interest, it was justified in annexing or threatening to annex any Indian kingdom. The view continued to guide later British policy as well. അപ്പോൾ ഹേസ്റ്റിംഗ് പ്രഭു പരമാധികാരം എന്ന ഒരു നയം ആരംഭിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കമ്പനി അതിൻ്റെ അധികാരം പരമോന്നതമായിട്ടോ അങ്ങനെയൊക്കെയാണെന്ന് അവകാശപ്പെട്ടു. സുപ്രീമാണ്, കമ്പനിയുടെ അധികാരമാണ് സുപ്രീം, പാരാമൗണ്ട് ആണെന്നൊക്കെ അവരവകാശപ്പെട്ടു. അതിനാൽ തന്നെ ആ അധികാരം ഇന്ത്യ സംസ്ഥാനങ്ങളെക്കാൾ വലുതാണെന്നും പറഞ്ഞു. അപ്പം അതിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇന്ത്യൻ രാജ്യം കൂടിച്ചേർക്കുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ വീക്ഷണം പിന്നീടുള്ള ബ്രിട്ടീഷ് നയങ്ങൾക്കും ഗൈഡായി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ളത്. അപ്പോൾ അവരാണ് പരമാധികാരം, അവരാണ് പാരാമൗണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ആരുടേതാണ് ഓർത്തിരിക്കണേ? ഹേസ്റ്റിംഗ് പ്രഭു ആണ് ഈ നയം കൊണ്ടുവന്നെന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ദിസ് പ്രോസസ് ഹൗവർ ഡിഡ് നോട്ട് ഗോ അൺചലഞ്ചഡ്. ഫോർ എക്സാമ്പിൾ, വെൻ ദ ബ്രിട്ടീഷ് ട്രൈഡ് ടു അനക്സ് ദ സ്മോൾ സ്റ്റേറ്റ് ഓഫ് കിറ്റൂർ കർണാടക
റാണി ചെന്നമ്മ took to arms and led an anti-British resistance movement. എന്താ പറയുന്നത്? ഈ വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. എങ്ങനെയാണ്? however did not go unchallenged. എങ്ങനെ? അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കർണാടകയിലെ കിറ്റൂരിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ റാണി ചെന്നമ്മ ആയുധമെടുത്തിട്ട് ബ്രിട്ടീഷ് അവർക്കെതിരായിട്ട് ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി. Then she was arrested in 1824 and died in prison in 1829. 1824 അറസ്റ്റിലാവുകയും 89 പ്രിസണിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ബട്ട് രായണ്ണ, എ poor ചൗക്കിദാർ of Sangoli in Kittur, carried on the resistance. With popular support, he destroyed many British camp and records. അപ്പോൾ ചെന്നമ്മ മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. 1829 ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം കിറ്റൂരിലെ തന്നെ ഒരു പാവപ്പെട്ട ചൗക്കിദാറായ രായണ്ണ ഇത് ഏറ്റെടുക്കുകയും പിന്നെ ജനകീയ പിന്തുണയോടെ അദ്ദേഹം നിരവധി ബ്രിട്ടീഷ് ക്യാമ്പുകളൊക്കെ അടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. He was caught and hanged by the British in 1830. എന്നിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ പിടികൂടി 1830 തൂക്കിലേറ്റുകയും ചെയ്തു. യു വിൽ റീഡ് മോർ. ഓക്കെ, അത്രയാണ് ഇതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതിൽ വായിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി എന്താണ്? ഇൻ ദ ലേറ്റ് 1830s the East India Company became worried about Russia. It imagined that Russia might expand across Asia and enter India from the northwest. 1830 അവസാനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റഷ്യയെ പറ്റി ആലോചിച്ചിട്ട് കുറച്ച് വറിയായിരുന്നു. എന്തുകൊണ്ടാണ്? റഷ്യ ഈ ഏഷ്യയിലേക്ക് വരികയും അവരുടെ ഏത് സൈഡാണ്? നോർത്ത് വെസ്റ്റ് അല്ലേ, ഇന്ത്യയിലേക്ക് വരികയും നോർത്ത് വെസ്റ്റ് എടുക്കുകയും പ്രവേശിക്കുകയും ചെയ്യുമോ എന്നൊക്കെ അവർ ആശങ്കപ്പെട്ടു. ഈ ഭയത്താൽ ബ്രിട്ടീഷുകാർ വടക്ക് പടിഞ്ഞാറ് തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിക്കാനും ആഗ്രഹിച്ചു. They fought a prolonged war with Afghanistan between 1838 and 42 and established indirect company rule there. 1838-42 ഇടയിൽ അവർ അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു യുദ്ധം ചെയ്യുകയും അവിടെ പരോക്ഷമായിട്ട് കമ്പനി ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പനി ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. സിന്ധ് വാസ് ടേക്കൺ ഓവർ ഇൻ 1843. സിന്ധ് എന്താണ് എടുത്തത്? 1843 സിന്ധ് ഏറ്റെടുത്തത്. ഓർത്തു വയ്ക്കാം. Then next in line was Punjab, but the presence of Maharaja Ranjit Singh held back the company. After his death in 1839, the prolonged wars were fought with the Sikh kingdom. Ultimately, in 1849, Punjab were annexed. ഇപ്പോൾ സിന്ധ് 1843 സിന്ധ് ഏറ്റെടുത്തു. പിന്നെയുള്ളത് ഏതായിരുന്നു? പഞ്ചാബായിരുന്നു. പക്ഷേ പഞ്ചാബിലെ മഹാരാജ രഞ്ജിത്ത് സിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് സിംഗിൻ്റെ സാന്നിധ്യം കമ്പനി പിന്നോട്ടയച്ചു. പക്ഷേ 1839 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, രഞ്ജിത്ത് സിംഗിൻ്റെ മരണത്തിന് ശേഷം 39 രഞ്ജിത്ത് സിംഗിൻ്റെ മരണത്തിന് ശേഷം സിഖ് രാജാവുമായിട്ട് യുദ്ധങ്ങളൊക്കെ നടന്നു. എന്നിട്ട് 1849 പഞ്ചാബും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, വർഷങ്ങൾ ഓർത്തിരിക്കണേ. ഇനി അടുത്തത് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. The final wave of annexations occurred under Lord Dalhousie. ദത്തവകാശ നിയമമില്ലേ, ഇതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ആരുടെയാണ്? ലോർഡ് ഡൽഹൌസി, who was the Governor General from 1848 to 1856. He devised a policy that came to be known as the doctrine of lapse. The doctrine declared that if an Indian ruler died without a male heir, his kingdom would lapse, that is, become part of company territory. എന്താ പറഞ്ഞിരുന്നത്? ഇത് നമ്മൾ മറ്റേതിൽ പഠിച്ചതാണ്, CRTയിലെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ആരുടെയാണ്? ഡൽഹൌസി പ്രഭുവിൻ്റെ കീഴിലായിരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ നയമാണ്. ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പുരുഷ അനന്തരാവകാശികളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാതെ ആ ഭരണാധികാരി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം നശിക്കപ്പെടും. അപ്പം അതിന് പകരം അവരെന്ത് ചെയ്തിരുന്നു? ദത്തെടുത്തിട്ട് അവരെ ഏൽപ്പിച്ചിരുന്നു, ആ ഭരണം ദത്തെടുത്ത ആളെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇത് നടക്കൂല, അല്ലെങ്കിൽ ഇത് ഇനി നടക്കാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? ഡൽഹൌസി പ്രഭു പറഞ്ഞത്. അതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്.
Then one kingdom after another was annexed simply by applying this doctrine. ഏതൊക്കെയാണ്? സത്താറ, വർഷം പഠിക്കണം, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ ആൻഡ് ജാൻസി. സത്താറ 1848, സാമ്പൽപൂർ 50, ഉദയ്പൂർ 52, നാഗ്പൂർ 53, ജാൻസി 54. ഇങ്ങനെയൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് രാജ്യങ്ങൾ ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവർ കൂട്ടിച്ചേർക്കപ്പെട്ടു. Finally, in 1856, the company also took over Awadh. This time the British had an added argument. They said they were obliged by duty to take over Awadh in order to free people from the misgovernment of the Nawab. Enraged by the humiliating way in which the Nawab was disposed, the people of Awadh joined the great revolt that broke out in 1857. എന്താ പറയുന്നത്? 1856 കമ്പനി അവധ് ഏറ്റെടുത്തു. ആ സമയം ബ്രിട്ടീഷുകാർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താ? നവാബിൻ്റെ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവധ് ഏറ്റെടുക്കുന്നതെന്നൊക്കെ ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ നവാബിനെ ഇങ്ങനെ സ്ഥാനഭ്രഷ്ടരാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ അവധിലെ നിവാസികൾ 1857 ഒരു വലിയ കലാപത്തിൽ ചേർന്നു. ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് മഹാരാജ രഞ്ജിത് സിംഗ് ഹോൾഡിംഗ് കോർട്ട്, പിന്നെ താഴെ സുരേന്ദ്ര സായി എന്ന് പറയുന്ന ഒരാളുടെയും കൊടുത്തിട്ടുണ്ട്. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ, ഏതൊക്കെ വർഷമാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മാപ്പാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, 1797 ഇന്ത്യയാണ് കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിലുള്ളത് ബ്രിട്ടീഷ് റൂളിലല്ലാത്തതും ഈ യെല്ലോ കളറിലുള്ള സ്റ്റേറ്റുകളായിരുന്നു ബ്രിട്ടീഷ് റൂളിൽ. ഇപ്പം 1797 ഇത്രയേ ഉണ്ടായുള്ളൂ. 1840 ആയപ്പോഴേക്കും അത് കൂടി വന്നത് കണ്ടോ. ഇനി 1857 എന്തോരം ബ്രിട്ടീഷ് പ്രദേശങ്ങളാണ് വന്നത് നോക്കി കണ്ടോ. ഈ മഞ്ഞൊക്കെ ബ്രിട്ടീഷാണ്, ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു. സെറ്റിംഗ് അപ്പ് എ ന്യൂ അഡ്മിനിസ്ട്രേഷൻ. എന്താ? ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ സജ്ജീകരിക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നോക്കാം. വാരൻ ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ. വാരൻ ഹേസ്റ്റിംഗ് 1773 മുതൽ 85 വരെ വാസ് വൺ ഓഫ് ദ മെനി ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഹൂ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് കമ്പനി പവർ. By his time, the company had acquired power not only in Bengal but also in Bombay and Madras. British territories were broadly divided into administrative units called presidencies. There were 3 presidencies: Bengal, Madras and Bombay. Each was ruled by a governor. The supreme head of the administration was the Governor General. Warren Hastings, the first Governor General, introduced several administrative reforms, notably in the sphere of justice. ഇതൊക്കെ നമ്മൾ ഏകദേശം പഠിച്ച കാര്യങ്ങളായിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ഒക്കെ അല്ലേ. 1773 മുതൽ 85 വരെ ആയിരുന്നു ഗവർണർ ജനറൽ ആയിരുന്നത്. കമ്പനിയുടെ അധികാരമൊക്കെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് ഈ വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴത്തേക്കും കമ്പനി ബംഗാളിൽ മാത്രമല്ല ബോംബെ, മദ്രാസ് അവിടെയൊക്കെ അധികാരം നേടിയിരുന്നു 1773-85 കാലങ്ങളിൽ. പിന്നെയോ ബ്രിട്ടീഷ് ടെറിട്ടറീസ്, ബ്രിട്ടീഷ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഇതൊക്കെ ഭരണപരമായിട്ട് യൂണിറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടു. 3 പ്രസിഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ബംഗാൾ, മദ്രാസ്, ബോംബെ. ഓരോന്നിനും ഒരു ഗവർണറും ഉണ്ടായിരുന്നു. അതിൻ്റെ പരമോന്നത തലവനായിരുന്നു ഗവർണർ ജനറൽ. ഇനി ഈ വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം നിരവധി ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. എന്താ നോക്കാം. From 1772, a new system of justice was established. Each district was to have 2 courts, a criminal court, ഫൗജദാരി അദാലത്ത് ആൻഡ് സിവിൽ കോർട്ട്. 1772 മുതൽ ഒരു പുതിയ നീതിന്യായ വ്യവസ്ഥ സ്ഥാപിച്ചു. ഓരോ ജില്ലയിൽ 2 കോടതികൾ ഉണ്ടായിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഒരെണ്ണം ക്രിമിനൽ കോർട്ട്, അതിനെ ഫൗജ്ദാരി അദാലത്ത് എന്നും, പിന്നെ ഒരു സിവിൽ കോടതി ദിവാനി അദാലത്ത്. അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. ദിവാനി അദാലത്ത്, പിന്നെ ഫൗജ്ദാരി അദാലത്ത്, ക്രിമിനൽ കോടതിയും സിവിൽ കോടതിയും. ദെൻ പിന്നെ എന്താ പറയുന്നത്? മൗൽവീസ് ആൻഡ് ഹിന്ദു പണ്ഡിറ്റ്സ് ഇന്റർപ്രറ്റഡ് ഇന്ത്യൻ ലോസ് ഫോർ ദി യൂറോപ്യൻ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഹു പ്രിസൈഡഡ് ഓവർ സിവിൽ കോഡ്സ്. മൗലവിമാരും പിന്നെ ഹിന്ദു പണ്ഡിറ്റുകളും സിവിൽ കോടതികളിൽ അധ്യക്ഷനായ യൂറോപ്യൻ ജില്ലാ കളക്ടർമാർക്ക് ഇന്ത്യൻ നിയമങ്ങളെ പറ്റിയിട്ട് പറഞ്ഞൊക്കെ കൊടുത്തു. ഇന്ത്യൻ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു.
The criminal courts were still under Qasi and a mufti but under the supervision of collectors. ക്രിമിനൽ കോടതികൾ ഇപ്പോഴും ഖാസിയുടെയും മഫ്തിയുടെയും കീഴിലായിരുന്നു. പക്ഷേ ആരുടെ മേൽനോട്ടമായിരുന്നു? കളക്ടർമാരുടെ മേൽനോട്ടമായിരുന്നു. ഖാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്, മുഫ്തി എന്ന് വെച്ചാൽ എന്താണ്? എ ജൂറിസ്റ്റ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി റെസ്പോൺസിബിൾ ഫോർ എക്സ്പൗണ്ടിങ് ദ ലോ ദാറ്റ് എ ഖാസി വുഡ് അഡ്മിനിസ്റ്റർ. ഖാസി എന്ന് പറഞ്ഞാൽ ജഡ്ജാന്ന് പറഞ്ഞു, ഖാസി അല്ലെ. മുഫ്തി എന്ന് പറയുന്ന ഒരു നിയമജ്ഞൻ, ഖാസി ഭരിക്കുന്ന നിയമം വിശദീകരിക്കാനുള്ള ഒരാൾ, അതാണ് മുഫ്തി എന്ന് പറയുന്നത്. പിന്നെ ഇംപീച്ച്മെൻറ്റ് എന്താണ്? എ ട്രയൽ ബൈ ദ ഹൗസ് ഓഫ് ലോർഡ്സ് ഇൻ ഇംഗ്ലണ്ട് ഫോർ ചാർജസ് ഓഫ് മിസ്കണ്ടക്ട് ബ്രോട്ട് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഇൻ ദ ഹൗസ് ഓഫ് കോമൺസ്. ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് ലോർഡ്സിന് ഒരു വ്യക്തിക്കെതിരെ ചുമത്തിയ മോശം പെരുമാറ്റത്തിൻ്റെ കുറ്റത്തിനൊരു വിചാരണ നടത്തുന്ന അതിനെയാണ് ഹൗസ് ഓഫ് കോമൺസ്, അതിനെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് കോമൺസിലെ പേഴ്സണിന് എതിരായിട്ടുള്ളത് കേട്ടോ, ഹൗസ് ഓഫ് കോമൺസിൻ്റെ പേഴ്സണിന് എതിരായിട്ടുള്ളത്. ദ ട്രയൽ ഓഫ് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ട്രയലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ട്രയൽ ഓഫ് വാറൻ ഹേസ്റ്റിംഗ് 7 വർഷം നീണ്ടു നിന്ന, അല്ലേ, 7 വർഷം നീണ്ടു നിന്ന ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നടപടി കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? A major problem was that the Brahman Pandits gave different interpretations of local laws based on different schools of Dharma Shastra. To bring about uniformity, in 1775, 11 Pandits were asked to compile a digest of Hindu laws. N.H. Halhed translated this digest into English. By 1778, a code of Muslim laws was also compiled for the benefit of European judges. Under the Regulating Act 1773, a new Supreme Court was established, while a Court of Appeal, the Sardar Nizamat Adalat, was also set up in Kolkata. എന്താ പറയുന്നത്? ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ ബ്രാഹ്മണ പണ്ഡിറ്റുകൾ ധർമ്മശാസ്ത്രത്തിലെ പല സ്കൂളുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഏകീകൃതമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1775 11 പണ്ഡിറ്റുകളോട് ഹിന്ദു നിയമങ്ങളുടെ ഒരു സംഗ്രഹം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു, ഒരു ഡൈജസ്റ്റ്. പിന്നെയോ N.B. Halhed ട്രാൻസ്ലേറ്റഡ്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? N.B. Halhed ആണ്. N.B. Halhed അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ 1778 ആയപ്പോഴേക്കും യൂറോപ്യൻ ജഡ്ജിമാരുടെ പ്രയോജനത്തിനായിട്ട് ഈ മുസ്ലിം നിയമങ്ങളുടെ ഇതും സമാഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ത് വന്നു? ഒരു പുതിയ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടു. അതേസമയം ഒരു അപ്പീൽ കോടതി, സദർ നിസാമത്ത് അദാലത്ത്, അതും കൽക്കട്ടയിൽ സ്ഥാപിച്ചു 1773. ഇനി the principal figure in an Indian district was the collector. As the title suggests, his main job was to collect revenue and taxes and maintain law and order in his district with the help of judges, police officers and darogers. His office, the collectorate, became the new center of power and patronage that steadily replaced previous holders of authority. പിന്നെ ഒരു ഇന്ത്യൻ ജില്ലയിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ആരായിട്ട് മാറി? കളക്ടറായിട്ട് മാറി. അദ്ദേഹത്തിന് റവന്യൂ, നികുതി അങ്ങനെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുക, ജഡ്ജിമാരുടെയും പോലീസ് ഓഫീസർമാരുടെയും പിന്നെയോ ഡെറഗോസ് അതിൻ്റെയൊക്കെ സഹായത്തോടെ ജില്ലയിൽ ക്രമസമാധാനം ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു ഈ കളക്ടറുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ കളക്ടറിൻ്റെ ഓഫീസിനെയാണ് കളക്ടറേറ്റ് എന്ന് പറയുന്നത്. അധികാരത്തിൻ്റെയും രക്ഷാകർതൃത്വത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ടാണ് ഈ കളക്ടറേറ്റ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഐ ഇംപീച്ച്ഡ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് ദ കമ്പനി ആർമി. Colonial rule in India brought in some new ideas of administration and reform, but its power rested in its military strength. കൊളോണിയൽ ഭരണം എന്താണ്? പരിഷ്കരണത്തിൻ്റെയും ഭരണത്തിൻ്റെയും ചില പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ ശക്തി അതിൻ്റെ സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു, മിലിറ്ററി സ്ട്രെങ്ത്തിലായിരുന്നു കൂടുതലായിട്ട് അധിഷ്ഠിതമായിരുന്നത്. The Mughal army was mainly composed of cavalry, savaras, trained soldiers of horseback, and infantry, that is പൈഡൽ ഫുഡ് സോൾജേഴ്സ്. എന്താ? ദ മുഗൾ ആർമി വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, മുഗൾ ആർമിയിൽ എന്തൊക്കെയുണ്ടായിരുന്നു? പ്രധാനമായിട്ട് കുതിരപ്പടയാണ് സവാർ എന്നറിയപ്പെടുന്നത്. പിന്നെ കാലാൾപ്പട, അതായത് കാലുകൊണ്ട് ഉള്ള സൈനികരുമായിരുന്നു ഉണ്ടായിരുന്നത്.
They were given training in archery and use of the sword. അവർക്ക് എന്തൊക്കെ അമ്പെയ്ത്ത് പിന്നെ വാൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള പരിശീലനമൊക്കെ നൽകിയിരുന്നു. The cavalry dominated the army and the Mughal state did not feel the need to have a large professionally trained infantry. The rural areas had a large number of armed peasants and a local zamindars often supplied the Mughals with paidal soldiers. കുതിരപ്പട സൈന്യത്തിൻ്റെ ആധിപത്യമാണ് പുലർത്തിയത്. മുഗൾ രാഷ്ട്രത്തിന് പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച കാലാൾപ്പടയുടെ ആവശ്യമൊന്നും അധികം തോന്നിയില്ല. പക്ഷേ കുതിരപ്പടയുടെ സൈന്യത്തിൻ്റെ ആധിപത്യമാണ് പുലർത്തിയത്. പിന്നെയോ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം ആയുധധാരികളായ കർഷകരൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാദേശിക ജമീന്ദാന്മാർ പലപ്പോഴും ഈ പട്ടാളക്കാരെയൊക്കെ നൽകിയിരുന്നു. എങ്ങനെയുള്ള പട്ടാളക്കാരെ? പൈദൽ സോൾജിയേഴ്സിനെയൊക്കെ നൽകിയിരുന്നു. A change occurred in the 18th century when Mughal successor states like Awadh and Benares started recruiting peasants into their armies and training them as professional soldiers. The East India Company adopted the same method when it began recruitment for its own army, which came to be known as Sepoy Army. From the Indian word Sipai means soldier. 18ാം നൂറ്റാണ്ടിൽ മുഗൾ പിൻഗാമികളായ അവധ്, ബനാറസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ കർഷകരെ എന്ത് ചെയ്തു? ഈ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു. അവർക്ക് എന്നിട്ട് അതിനുള്ള പരിശീലനം നൽകാൻ വേണ്ടി തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ എന്ത് ചെയ്തു? അവരുടെ സ്വന്തം സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു. ഇതേ രീതി വെച്ച് തന്നെ അവരുടെ സ്വന്തം സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ച അവർ സിപ്പായി അല്ലേ, ആ സിപ്പായി സൈന്യം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. Warfare technology changed from the 1820s. The cavalry requirements of the company army declined. This is because the British Empire was fighting in Burma, Afghanistan and Egypt, where soldiers were armed with muskets and matchlocks. The soldiers of the company's army had to keep pace with changing military requirements, and its infantry regiment now became more important. എന്താണ്? 1820കളിൽ യുദ്ധസാങ്കേതിക വിദ്യയൊക്കെ മാറി. അപ്പോൾ കമ്പനിയുടെ സൈന്യത്തിൻ്റെ കുതിരപ്പടയുടെ ആവശ്യകത കുറയുകയാണ് ചെയ്തത്. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യം ബർമ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്തിലൊക്കെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ പട്ടാളക്കാർ കൂടുതലും മസ്കറ്റ്സ്, മാച്ച് ലോക്സ് അങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ കമ്പനിയുടെ സൈന്യത്തിലെ സൈനികർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സൈനിക ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് സഞ്ചരിക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാലാൾപ്പട റെജിമെൻ്റ് ആയിരുന്നു കൂടുതലും അവസാനമായപ്പോഴത്തേക്ക് പ്രധാനമായിട്ടും വന്നിരുന്നത്. മസ്കറ്റ്സ്, മാച്ച് ഹോക്സ് കേട്ടോ, അതെന്താണെന്ന് നോക്കണേ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഒരു ആയുധമാണത്, ബർമ്മ അവരൊക്കെ യൂസ് ചെയ്ത ഒരു ആയുധമാണ്. ഓക്കെ, അടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ വേറെ ഡിക്ഷണറിയൊക്കെ പോയി നോക്കി. ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത് എന്താ? സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് പ്രിസ്ക്രൈബിങ് സോഷ്യൽ റൂൾസ് ആൻഡ് കോഡ്സ് ഓഫ് ബിഹേവിയർ. പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ പറയുന്ന ഒരു പുസ്തകം, ഒരു നിയമാവലിയായിരുന്നു ധർമ്മശാസ്ത്ര. സവാർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷന്മാരെയാണ്. പിന്നെ മസ്കറ്റ് എന്ന് പറയുന്നത് കാലാൾപ്പട സൈനികരാട്ടോ. എ ഹെവി ഗൺ യൂസ്ഡ് ബൈ ഇൻഫൻട്രി സോൾജേഴ്സ്. ഈ കാലാൾപ്പട സൈനികർ ഉപയോഗിക്കുന്ന തോക്കിനെയാണ് മസ്കറ്റ് എന്ന് പറയുന്നത്. മാച്ച് ഹോക്ക് എന്ന് പറയുന്നത് ആൻ ഏർലി ടൈപ്പ് ഓഫ് ഗൺ ഇൻ വിച്ച് ദ പൗഡർ വാസ് ഇഗ്നൈറ്റഡ് ബൈ എ മാച്ച്. ഒരു മാച്ച് ഉപയോഗിച്ച് പൗഡർ കത്തിച്ച് വിടുന്നതിനെയാണ് മാച്ച് ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, ഈജിപ്തിലൊക്കെ അതായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം എന്താ ചെയ്തിരുന്നത്? ഈ കുതിരപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ ആയിരുന്നു വലുതായിട്ട് കണ്ടിരുന്നത്. പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലായി കാലാൾപ്പടയാണ് നല്ലതെന്ന് മനസ്സിലായി. ഇനി in the early 19th century, the British began to develop a uniform military culture. Soldiers were increasingly subjected to European style training, drill and discipline that regulated their life far more than before. Often this created problems since caste and community feeling were ignored in building a force of professional soldiers. എന്താ പറയുന്നത്? 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഒരു ഏകീകൃത സൈനിക സംസ്കാരം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ പട്ടാളക്കാരായിരുന്നല്ലോ യൂറോപ്യൻ രീതികളിലുള്ള പരിശീലനവും പിന്നെ അങ്ങനെ പറ്റിയിട്ടുള്ള അഭ്യാസമൊക്കെ കൂടുതലായിട്ട് കൊടുത്തു. അത് അവരുടെ ജീവിതത്തെ മുമ്പത്തേക്കാൾ കൂടുതൽ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈനികരുടെ സേനയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ജാതി അല്ലെങ്കിൽ സമുദായ വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ അവഗണിക്കപ്പെട്ടതിനാൽ പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
ഹൗ ഡിഡ് ദി റിയാക്ട് ടു ദ ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് ദെയർ ഐഡൻറ്റിറ്റി, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളോട് അവർ പ്രതികരിച്ചത്. അതൊക്കെ നമുക്ക് 1857 ശിപ്പായി ലഹളയില്ലേ, 1857 ദ റിവോൾട്ട് ഓഫ് 1857 ശിപ്പായിമാരുടെ ഗിവ്സ് എസ് എ ഗിംല. അത് ചാപ്റ്റർ 5 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അപ്പോൾ പഠിക്കാം. ഓക്കെ, ഇനി കൺക്ലൂഷനാണ്. Thus the East India Company was transformed from a trading company into a territorial colonial power. The arrival of new steam technology in the early 19th century also aided this process. Till then it would take anywhere between 6 and 8 months to travel to India by sea. Steamship reduced the journey time to 3 weeks, enabling more Britishers and families to come to a far off country like India. എന്താണ് അവസാനം പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനു വന്നത്? ഒരു വ്യാപാര കമ്പനിയായിട്ട് വന്നതായിരുന്നു. പക്ഷേ ഒരു പ്രാദേശിക കൊളോണിയൽ ശക്തിയായിട്ട് അത് മാറുകയും ചെയ്തു. പിന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റീം ടെക്നോളജി ആയിട്ടുള്ളൊരു രീതിയിലൊക്കെ ആ പ്രക്രിയയൊക്കെ അവരെ സഹായിച്ചു. എന്താണ് സ്റ്റീം ടെക്നോളജിയുടെ ഇൻവെൻറ്റ് അല്ലെങ്കിൽ അറൈവലൊക്കെ അവരെ കൂടുതൽ സഹായിക്കുകയും ചെയ്തു. അതുവരെ ഇന്ത്യയിലേക്ക് കടലിൽ യാത്ര ചെയ്യാൻ 6 to 8 മണിക്കൂറൊക്കെ വേണ്ടി വന്നിരുന്നു. 8 മാസമൊക്കെ വേണ്ടി വന്നിരുന്നു. 6 to 8 മാസമൊക്കെ എന്തിന് കടലിൽക്കൂടെ ഇന്ത്യയിലെത്താൻ വേണ്ടിയിട്ട് വേണ്ടി വന്നിരുന്നു. ഇനി ഈ സ്റ്റീം ഷിപ്പ് വന്നേ പിന്നെ എന്ത് സംഭവിച്ചു? യാത്രാ സമയം 3 ആഴ്ചയായിട്ട് ചുരുങ്ങുകയും ചെയ്തു. By 1857, the company came to exercise direct rule over about 63% of the territory and 78% of the population of the Indian subcontinent. Combined with its indirect influence on the remaining territory and population of the country, the East India Company had virtually the whole of India under its control. 1857 ആയപ്പോഴേക്കും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഏകദേശം 63% പ്രദേശങ്ങളും 78% ആൾക്കാരും ജനസംഖ്യയും ആരുടെ ഭരണത്തിലായിരുന്നു? ഈ ഇംഗ്ലീഷുകാരുടെ കമ്പനിയുടെ ഡയറക്റ്റ് റൂളിലായിരുന്നു. ഇൻഡയറക്റ്റ് റൂളിലായ വേറെ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. സ്ലേവ് ട്രേഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലുള്ള അടിമ കച്ചവടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The Dutch trading ship reached southern Africa in the 17th century. ഇതാരുടെ quoted in Nigel Wharton et al. The chains that bind us, a history of slavery in Cape 1996. The Dutch trading ships reached southern Africa in the 17th century. Soon as slave trade began, people were captured, chained and sold in slave market. When slavery ended in 1834, there were 36,774 privately owned slaves at the Cape located in the southernmost tip of Africa. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡച്ച് വ്യാപാര കപ്പലുകൾ 17-ാം നൂറ്റാണ്ടിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയപ്പോൾ അടിമ കച്ചവടം ആരംഭിച്ചു. ആളുകളെ പിടികൂടി ചെങ്ങലയിലാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ 1734 ഈ അടിമത്തം അവസാനിപ്പിച്ചപ്പോൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേപ്പിൽ 36,774 അല്ലേ പ്രൈവറ്റ്ലി ഓൺഡ് സ്ലേവ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരാളുടെ വിവരണമാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ. ഓക്കെ, ഇത്രയുമാണ് നമുക്കുള്ളത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം, എന്നാലാണ് ഒരുവിധം കാര്യങ്ങൾ പിന്നെ പോയിൻറ്റ്സ് വർഷങ്ങളൊക്കെ എഴുതിയെടുക്കുക. പിന്നെ നമ്മുടെ റാങ്ക് ഫയൽ ഞാൻ പറഞ്ഞിരുന്നു, ഏത് റാങ്ക് ഫയലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ യൂറോപ്യന്മാരുടെ ആഗമനം, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന കാര്യങ്ങൾ വായിക്കുക. ഇപ്പോൾ SCRT ഈ റാങ്ക് ഫയൽ വായിച്ചതിന് ശേഷം NCERT ക്ലാസ് കേൾക്കുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രചോദനമാവുള്ളൂ. അപ്പോൾ കേട്ടിരുന്നാൽ മതി, നിങ്ങൾ കേട്ടിരുന്നാൽ മതി, ഒരു കഥ പോലെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് കേട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു, എന്നാലും ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്.